aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. പ്രേക്ഷകർ കാത്തിരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിൽ പ്രസിദ്ധരായ പ്രിയ PG വർഗീസ് അങ്കിളുടെ സഹധർമ്മിണി പ്രിയ ലില്ലി വർഗീസ് ആന്റിയാണ് തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. പ്രേക്ഷകർ ഈ സാക്ഷ്യം ശ്രദ്ധയോടെ കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിടിച്ച് കുലുക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ഈ സാക്ഷ്യത്തിലുടനീളം കേൾക്കാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ സാക്ഷ്യം കാണുക, കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ലില്ലി വർഗീസ് ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു പോകുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അരോമ TVയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പ്രത്യേകിച്ച് എന്നെ അരോമ TV പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട കർത്തൃദാസന്, കുടുംബത്തിനും അതിലുള്ള ഓരോ അംഗങ്ങൾക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. അരോമ TVയിലെ സാക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട്. അറിയപ്പെടാത്ത അനേക ദൈവമക്കളെ പരിചയപ്പെടുത്തുന്ന അരോമ TVയിലെ സാക്ഷ്യങ്ങൾ നമ്മുടെ രാജാവും സർവശക്തി വല്ലഭനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന, സൗരഭ്യം വീശുന്ന ഒരു ഉപാധിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദൈവവചനം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ കാണുകയില്ലായിരുന്നു. എൻ്റെ പേര് ലില്ലി വർഗീസ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ബ്രദർ PG വർഗീസ്. ഞങ്ങൾക്ക് 5 മക്കൾ, 3 ആണും 2 പെണ്ണും. ഞങ്ങൾക്ക് 9 കൊച്ചുമക്കളുണ്ട്. ഇപ്പോൾ കർത്താവിന്റെ വേലയിൽ എൻ്റെ ഭർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു തക്ക തുണയായിട്ട് ജീവിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ ജീവനോടെ ഇല്ല. എൻ്റെ പിതാവിന്റെ ആദ്യ ഭാര്യ മരിച്ചുപോയി. ആദ്യ വിവാഹത്തില് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മാതാവിനെ വിവാഹം കഴിച്ചു. ഞങ്ങള് 5 മക്കൾ. ഇപ്പോഴ് ഞാനും എൻ്റെ നേരെ മൂത്ത സഹോദരനും മാത്രമേ ജീവനോടെ ഉള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചുപോയി. വാസ്തവത്തിൽ ഞങ്ങള്
കുടുംബമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്ലോസ്ലി നിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. എൻ്റെ സഹോദര ഭാര്യമാരുമായിട്ടും ബീജിയങ്ങളുടെ സഹോദര ഭാര്യമായിട്ടും സഹോദരിമാരുമായിട്ടും വളരെ സ്നേഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഐ ആം റിയലി ബ്ലെസ്ഡ്. എന്നോട് ആരെങ്കിലും എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചാൽ, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ളത് ഐ ആം ബ്ലെസ്ഡ്. വാസ്തവത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ദൈവഭയമുള്ള ഒരു ഭർത്താവ്, ദൈവഭയമുള്ള മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, നല്ല കൊച്ചുമക്കള്, അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂട്ടുവേലക്കാരെയും ദൈവം തന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൾ തന്നെയാണ്. എൻ്റെ പിതാവ് എനിക്ക് 8 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് സ്റ്റെപ്പ് ബ്രദേഴ്സുമായിട്ട് ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് വളരെ സമാധാനമായിട്ടാണ് ജീവിച്ചിരുന്നത്. എല്ലാ ദിവസവും ഞങ്ങളുടെ ഭവനത്തില് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുമായിട്ട് സ്റ്റെപ്പ് ബ്രദേഴ്സിന് 4 or 5 വയസ്സിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൻ മരിച്ചു കഴിഞ്ഞ് വീട്ടിൽ വഴക്കും സമാധാനമില്ലായ്മയും തുടങ്ങി. വീട്ടിൽ ആഹാരമില്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കില് വഴക്ക് നിമിത്തം പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. വെളിയിൽ ആർക്കും ഈ വിവരം അറിയത്തില്ല. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അതുകൊണ്ട് പത്തനംതിട്ടക്കാരെന്നാണ് അന്നത്തെ കാലത്ത് അറിഞ്ഞിരുന്നത്. പത്തനംതിട്ടക്കാരെന്ന് പറഞ്ഞാൽ മാന്യതയുള്ള വ്യക്തികളായിട്ടാണ് അറിഞ്ഞിരുന്നത്. എൻ്റെ മൂത്ത സഹോദരൻ, എൻ്റെ അമ്മയുടെ വിവാഹത്തിലെ ഏറ്റവും മൂത്ത മകൻ, അദ്ദേഹം BSc പാസ്സായത് യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ്. അവിടെ വെച്ച് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ഫസ്റ്റ് ക്ലാസ്സിൽ അദ്ദേഹം പാസ്സായി. എൻ്റെ പിതാവ് മരിക്കുന്നതിന് 3 മാസം മുൻപേ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ അവിടുത്തെ ഹെഡ് മാസ്റ്റർ വന്ന് അവിടെ വിളിച്ച് ജോലി കൊടുത്തു. അതും ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണെന്ന് എനിക്കിന്ന് പറയുവാനൊക്കും. പ്രശ്നങ്ങൾ മാറ്റുവാനായിട്ട്, വീട്ടിലെ സമാധാനമില്ലായ്മ ഒഴിവാക്കാനായിട്ട് എൻ്റെ മൂത്ത സഹോദരൻ ഒരു ചെറിയ പുരയിടം വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് മാറി. ഒരു ചെറിയ വീട് വെച്ചിട്ട് അർഹപ്പെട്ട ഒന്നും വാങ്ങാതെ, ഒരു പ്രശ്നവുമില്ലാതെ അദ്ദേഹം ഞങ്ങളുമായിട്ട് മാറി താമസിച്ചു. ഒരു അധ്യാപകന്റെ ശമ്പളം കൊണ്ട് ഞങ്ങള് ഇളയ 2 പേരെ പഠിപ്പിക്കുക, വീട്ടുകാര്യങ്ങൾ നോക്കുക ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ മനുഷ്യൻ, ദൈവത്തെ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ ഞങ്ങളുടെ പ്രാർത്ഥനയും വചനധ്യാനവും നല്ലപോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ പുരയിടത്തില് ഒരു പാറയുണ്ടായിരുന്ന, ഒരു പറന്ന പാറ. ആ പാറയിൽ ചെന്ന് അദ്ദേഹം കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നെയും എൻ്റെ നേരെ മൂത്ത സഹോദരനെയും അദ്ദേഹം ഒന്നിച്ചു കൊണ്ടുപോയി ആ പാറയിൽ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോടും ഒരാവശ്യവും അദ്ദേഹം പറയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ പലപ്പോഴും അത്ഭുതകരമായ വിധത്തില് നടന്നു കണ്ടിട്ടുണ്ട് ഈ പ്രാർത്ഥന നിമിത്തം. അതുകൊണ്ട് ചെറുപ്പത്തിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ബാല്യകാലത്തില് എനിക്ക് താഴ്ന്ന ജാതിക്കാരോട് വീട്ടിൽ വളരെ ദേഷ്യമുള്ളൊരു സ്വഭാവമായിരുന്നു. ഞങ്ങളുടെ വീട്ടില് ജോലി ചെയ്യാൻ, പറമ്പിലും വയലിലും ഒക്കെ ജോലി ചെയ്യാൻ വരുന്ന അവർക്ക് ആഹാരം കൊടുക്കുന്നത് മുറ്റത്തിരുത്തിയാണ് അന്നത്തെ കാലത്ത്. അവരോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ചെന്ന് അവരുടെ ആഹാരത്തിനകത്ത് തുപ്പുമായിരുന്നു. മാനസാന്തരപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന എൻ്റെ മൂത്ത സഹോദരൻ ഒരു ദിവസം അത് കണ്ടു. അത് കണ്ടപ്പോൾ ഒരു ചൂരലെടുത്തിട്ട് എനിക്ക് നല്ല 2 അടി തന്നു. കുട്ടിപ്പോകത്തൊക്കെ നല്ല അടി തന്നു. ഞാൻ കരഞ്ഞു. അദ്ദേഹം എന്നെ വാരിയെടുത്ത് മടിയിലിരുത്തിയിട്ട് എൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് എനിക്ക് ഉമ്മ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളോട് അച്ചാച്ചന് ഒത്തിരി സ്നേഹമാണ്, പക്ഷെങ്കില് മോളി ചെയ്തത് ശരിയായില്ല. മോള് അവരുടെ വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും മോടെ ആഹാരത്തിനകത്ത് അങ്ങനെ തുപ്പിയിരുന്നെങ്കിൽ മോക്ക് എങ്ങനെ തോന്നുമായിരുന്നു? അന്ന് ദൈവവചനത്തിൽ പറയും, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. സ്തോത്രം. ദൈവവചനം ജീവിതത്തിനകത്ത് പഠിപ്പിച്ച എൻ്റെ നല്ല സഹോദരനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെയുമല്ല, സദൃശ്യവാക്യം 22:15 ഇങ്ങനെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങ് പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് ആ വാക്യം നല്ലപോലെ അറിയാവുന്ന, മലയാളം ഓർമ്മയില്ല. There is foolishness in the heart of a child. A good spanking will teach him how to behave.
ആ വാക്യം എത്ര ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെ, ഞാൻ എൻ്റെ രണ്ടാമത്തെ മകള് ബുദ്ധിയില്ലാത്ത കുഞ്ഞായതുകൊണ്ട് ഒരല്പം കുസൃതി കൂടുതലായിരുന്നു. ആ കുഞ്ഞിനെ ഞാൻ അടിക്കുന്ന സമയത്ത് ഈ വാക്യം കോട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ അടിക്കുന്നത്. എല്ലായ്പ്പോഴും എൻ്റെ ജഡവും ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ചിലപ്പം ദേഷ്യത്തിലും ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വാക്യത്തിന് വളരെ അർത്ഥമുണ്ട്. എൻ്റെ കൊച്ചുമകന്, മൂത്ത മകന്റെ വീട്ടില് കൊച്ചുമകനെ നോക്കാനായിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന ആ സമയത്ത് അവൻ 1.25 വയസ്സാകുന്ന സമയത്ത് ടോയ് കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് അവനിങ്ങനെ എടുത്ത് വെളിയിൽ നിരത്തിയിടുമ്പോൾ ഞാൻ പറയും, മോനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. ചെയ്യുമ്പോൾ കുശൃതി തോട്ടത്തോട് ഉടനെ നോക്കിക്കൊണ്ട് വീണ്ടും അത് നിരത്തിയിടുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, ആദ്യം പറയും ഒബേ യുവർ പേരൻസ്, പക്ഷെ ഞാൻ പേരന്റ് അല്ലല്ലോ. എന്നിട്ട് ഉടനെ ഞാൻ ഈ വാക്യം എടുത്ത് പറയുമായിരുന്നു, there is foolishness in the heart of a child, a good spanking will teach him how to behave. ഈ വാക്യം കേട്ട് സംസാരിക്കാറായപ്പോൾ 2 വയസ്സായ സമയത്തും ഈ കുഞ്ഞിങ്ങനെ ടോയ് നിരത്തി ഇടുന്ന സമയത്ത് ഞാൻ പറയുമ്പം അവൻ എന്നോട് തിരിച്ചു പറയുമായിരുന്നു, there is foolishness in the heart of Dadima, a good spanking will teach her how to behave എന്ന് പറയുമായിരുന്നു. പ്രിയ, അത് കഴിഞ്ഞിട്ട് 21 എനിക്ക് വളരെ അസുഖം കൂടി, ഞാൻ മരിച്ചു പോകുമെന്നായി. ആ സമയത്ത് കുഞ്ഞെന്നെ കാണാനായിട്ട് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ദാദിമ ഇപ്പോഴേ മരിക്കരുത്, ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ആ വാക്യം പഠിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം, പ്രിയ അമ്മമാരെ, വല്യമ്മച്ചിമാരെ, ദൈവവചനം നമ്മളുടെ മക്കളില്, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളില് നമുക്ക് പാകാം. അത് എന്നെങ്കിലും വളർന്ന് കിളിച്ച് പന്തലിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേറൊരു അനുഭവം ബാല്യകാലത്തിലെ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തെ കാണണമെന്നുള്ളതായ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കപ്പ ഇടുന്ന പറമ്പിലൊക്കെ ചെന്നിരുന്നിട്ട് കണ്ണടച്ച് കുറേ നേരം ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് കണ്ണ് തുറന്ന് ആകാശത്തേക്ക് നോക്കും ദൈവത്തെ കാണാനായിട്ട്. അല്ലെ, ദൈവത്തെ കാണണം എന്നുള്ളതായ ഒരാഗ്രഹം എൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ദൈവം എന്നെ കണ്ടു, ദൈവം എന്നെ അറിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും കൊച്ചായിരിക്കുമ്പോഴേ തന്നെ വാളകത്ത് ഞങ്ങൾ മർത്തോമ കുടുംബക്കാരാണ്. മർത്തോമയിലെ കൺവെൻഷൻ ഉണ്ട്, അതിനെല്ലാവരെയും കൂട്ടി പോകുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ സുവിശേഷം പറയുമ്പോൾ ഓൾട്ടർ കോൾ പറയുന്ന സമയത്ത് ഞാൻ കൊച്ചാണെങ്കിലും എനിക്ക് ലജ്ജയുള്ള കൂട്ടത്തിലായിരുന്നു. മറ്റാരും കാണാതിരിക്കാൻ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നവർ കൈവക്കാൻ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഫ്രോക്കിന്റെ കീഴിൽ കൂടി ഇങ്ങനെ കൈയിട്ടിട്ട് പറയായിരുന്നു, കർത്താവെ നിനക്ക് കാണാമല്ലോ, ഞാൻ നിന്നെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാം, നിന്നെ കൈപൊക്കുക രക്ഷിതാവായിട്ട് സ്വീകരിക്കുക എന്റെ വിചാരം. പക്ഷെ എൻ്റെ പാപ സ്വഭാവങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസങ്ങളും, ദേഷ്യപ്പെടുന്നത്, അസൂയപ്പെടുന്നത്, അഹങ്കാരം, ഈർഷ്യ, ഇതിനകത്തൊന്നും എനിക്ക് വ്യത്യാസം വരില്ല. എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വഭാവം അങ്ങ് മാറിയെന്നാ. പക്ഷെ എൻ്റെ സ്വഭാവത്തിനകത്ത് മാറിയിട്ടില്ല. ഞാൻ എല്ലാ വർഷവും രക്ഷിക്കപ്പെടുമായിരുന്നു, പക്ഷെ എൻ്റെ സ്വഭാവത്തിനകത്ത് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. വചനം ആഴമായിട്ട് അറിയാത്തത് കൊണ്ടായിരുന്നു. അല്ലെ, ഒന്നിച്ചല്ല മാറുന്നതെന്നുള്ളത് പിന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് മറ്റുള്ളവർ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഒരു വിശ്വാസിയാണെന്നുള്ളത് പറയുന്നത് എനിക്ക് വളരെ ലജ്ജയായിരുന്നു. എന്നാലും 17ാമത്തെ വയസ്സിൽ ഒരു യൂത്ത് മീറ്റിങ്ങിനകത്ത് നിരണത്ത് വെച്ച് മർത്തോമായിലെ ഒരച്ഛൻ KO ഉമ്മനച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോഴും ജീവനോടില്ല. അദ്ദേഹം നടത്തുന്ന ഒരു യൂത്ത് മീറ്റിങ്ങിൽ നേപ്പാളിനെ കുറിച്ചൊക്കെ ഉള്ള ഇത് പറഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണത്തിന് വേണ്ടി ഒരു ആഹ്വാനം തന്നു. ഞാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ലജ്ജയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിന്നു, അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ PDC കഴിഞ്ഞു. PDC കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു വിവാഹാലോചന വന്നു. എൻ്റെ സഹോദരൻ പഠിപ്പിച്ചിരുന്നതായ സ്കൂളിലെ അതിനടുത്തുള്ള വേറൊരു സ്ഥലത്താണ്, അവിടെ അടുത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ആ വിവാഹാലോചന വന്നത്. അദ്ദേഹത്തിന് ആ കുടുംബത്തെ നല്ലപോലെ അറിയാമായിരുന്നു. എൻ്റെ ഭർത്താവിനെ അങ്ങനെ അറിയത്തില്ല, അദ്ദേഹം പട്ടാളത്തിലായിരുന്നത് കൊണ്ട്. പക്ഷെ ആ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ അവർ വളരെ ദൈവഭയമുള്ള, പ്രത്യേകിച്ചും പിതാവ് വളരെയേറെ ദൈവഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് സന്തോഷമായിരുന്നു. തന്നെയുമല്ല, 1974 ICPF ഡോക്ടർ D ജോഷുവ സാറ് കട്രയിൽ ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്നായ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, കൊച്ചെ, ഞാനും
SK എബ്രഹാം സാറും കൂടെ ഒന്നിച്ചിരുന്ന് കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടി ഇത് ദൈവഗീതമാണോ എന്ന് അറിയാനായിട്ട് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചായിരുന്നെന്ന്. ഞാന് ഞാൻ ഒരിക്കൽ പോലും ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട്. എനിക്ക് പട്ടാളക്കാരനെ കല്യാണം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ മൂത്ത സഹോദരൻ പറഞ്ഞതുകൊണ്ട് വിവാഹം കഴിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ആത്മാവ് എന്നൊരു മാവുണ്ടോ, മാവിൽ കയറി മാങ്ങാ പറിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുമായിരുന്നു, തൻ്റെ ദൈവം, തൻ്റെ യേശു പിച്ചക്കാരൻ്റെ ചട്ടിയിൽ കൈയിട്ട് വാരുന്നോനാ, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ദൈവവിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിനകത്ത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരൻ നേരത്തെ ഇവരോട് അനുവാദം വാങ്ങിച്ചിരുന്നു. എനിക്ക് ഒരു മാതൃകാധ്യാപിക ആകണമെന്നുള്ളതായിരുന്നു, എൻ്റെ മൂത്ത സഹോദരനെ പോലെ ആകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനാൽ എന്നെ TTCക്ക് വിടണമെന്ന് പറഞ്ഞു. കാരണം അന്നത്തെ അങ്ങനെ അനുവാദം വാങ്ങിച്ചു. ഞാൻ TTC പാസ്സായി കഴിഞ്ഞ് 4.5 വർഷം വരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയായെങ്കിലും 3-ാമത്തെ മാസത്തിൽ അത് അലസിപ്പോയി കഴിഞ്ഞ സമയത്ത് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ യൂട്രസ് ചെറുതാണ്, കട്ടി കുറഞ്ഞതാണ്, അതുപോലെ ചെരിഞ്ഞതാണ്, തന്നെയുമല്ല എൻ്റെ RH നെഗറ്റീവാണ്. അതുകൊണ്ട് 3 മാസത്തിൽ കൂടുതൽ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ ഒക്കത്തില്ല, ഒരു കുഞ്ഞുണ്ടാകുന്നത് അസാധ്യമാണെന്ന് പറഞ്ഞു. അത് കേട്ട് നിന്ന എൻ്റെ ഒരു വളരെ അടുത്ത ഒരു ബന്ധു പറഞ്ഞു, നിന്റെ പ്രവൃത്തി കൊണ്ടാണ് നിനക്ക് മക്കളുണ്ടാകാത്തതെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് വിഷമമായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ജമ്മു കാശ്മീരിലാണ്. അങ്ങനെ ഞാൻ നിരാശയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരൻ എൻ്റെ ഭർത്താവിന് എഴുതി കുറച്ച് നാള് ലില്ലിയെ കൂടെ താമസിപ്പിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം താമസിക്കാനായിട്ട് ജമ്മു കാശ്മീരിൽ ഉധംപൂരിൽ ചെന്നു. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്ക് നീളമില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുമായിരുന്നു. യാതൊരു സമാധാനവും ഇല്ലാത്ത ഒരു കുടുംബജീവിതമായിരുന്നു ആ സമയത്ത് ഞാൻ ദൈവവചനം വായിക്കുമായിരുന്നു. യെശയ്യാവ് 54-ന്റെ 6-7 വാക്യം ഞാൻ അന്ന് എൻ്റെ ബൈബിളിൻ്റെ അകത്ത് അടിവരയിട്ട് എഴുതി വെച്ചു. ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ഞാൻ അടിവരെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. യാതൊരു സമാധാനമോ സ്വസ്ഥതയോ ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പള്ളിയിൽ പോകത്തില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയ്ക്ക് കൊണ്ടുപോകാനും ഒക്കെ തുടങ്ങി. സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ പോകും. തെറ്റാണെന്ന് എനിക്ക് നല്ലപോലെ എൻ്റെ അകത്ത് ബോധ്യമുണ്ടെങ്കിലും തിരിച്ചു പറയുന്നതോ അല്ലെങ്കിൽ എതിര് പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത്. അങ്ങനെ പോകുമായിരുന്നു. അദ്ദേഹം എന്നെ ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഹവിൽദാർ ചാക്കോയും കുടുംബവും അവർ ചർച്ചിൽ പോകുന്നവർ, അവരെ സന്ദർശിക്കാനായിട്ട് ഞങ്ങളുടെ പാസ്റ്റർ PN തോമസ്, അവർ CSI-കാരായിരുന്നു അന്ന്. പാസ്റ്റർ PN തോമസിന്റെ ഭാര്യ അവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കാണാനായിട്ട്, ഇദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ ഇങ്ങനെ ആരും വരാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹം ഓഫീസിലായിരുന്നുകൊണ്ട് അമ്മാമ്മ എന്നെ കാണാനായിട്ട് വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ പ്രവചനം കേൾക്കുന്നത്. എനിക്ക് പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത കൂട്ടത്തിലായിരുന്നു. ഞാൻ പറയുമായിരുന്നു, ഇവരിങ്ങനെ തുള്ളുന്ന കാണുന്നുണ്ടെങ്കിൽ അറിയാം ഇവരുടെ ആത്മാവ് കാണണമെങ്കിൽ അവിടെ അവരിയ്ക്കുന്നിടത്തോട്ട് കുപ്പി പൊട്ടിച്ചിടണം, ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിടണം, അന്നേരം അറിയാം ഇവര് തൊള്ളുന്ന എങ്ങനെയാണെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇവര് CSI-കാരായോണ്ട് ഈ അമ്മമ്മ പക്ഷേ പ്രവചിച്ചു. എന്നിട്ട് എന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവം നിനക്കൊരാൺകുഞ്ഞിനെ തരും, അവൻ ബുദ്ധിമാനായിരിക്കും, അവൻ എൻ്റെ വേല ചെയ്യും എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എൻ്റെ ഭർത്താവിനോട് പറയാൻ ഇങ്ങനെ ആൾ വന്നെന്നോ ഇങ്ങനെ പറഞ്ഞെന്നോ ഒന്നും പറയാൻ എനിക്ക് പേടിയായിരുന്നു. എന്നിട്ട് പോകുന്നതിന് മുൻപേ അമ്മാമ്മ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം, കുഞ്ഞിനും ഒക്കുമ്പോഴൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മാമ്മ എനിക്ക് വേണ്ടി 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 40-45 ദിവസം കഴിഞ്ഞപ്പോഴേ സംശയം തോന്നിയിട്ട് ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു. ആദ്യം മിലിറ്ററി ഡോക്ടറെയാണ് കാണിച്ചത്. അവർ
3 മാസത്തിൽ കൊടുത്ത് നിൽക്കുകയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചു. അവസാനം ജമ്മു കാശ്മീരിലെ DMOയെ കാണിച്ചു. DMOയെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നോക്കിക്കേ, ഇത് അദ്ദേഹത്തിനും കുഴപ്പമുണ്ട്, കൗണ്ട് വളരെ കുറവാണ്, അതുകൊണ്ട് അലസി പോകത്തേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് അബോർട്ട് ചെയ്തിട്ട് പ്ലൂറട്ടോൺ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഗർഭപാത്രത്തിന് കട്ടിയൊക്കെ വരുത്തിട്ട് വി വിൽ ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രവചനം എൻ്റെ അകത്തുണ്ടായിരുന്നുകൊണ്ട് അല്ലാതെ വിശ്വാസമൊന്നും പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല, അതിനുള്ള മനക്കെട്ടിയൊന്നും ഉള്ള കൂട്ടത്തിലല്ല എനിക്ക്. ഞാൻ അവരോട് പറഞ്ഞു, എനിവേ ഐ ഹാഡ് എ മിസ്കാരേജ്, ഐ ആം റെഡി ടു അക്സെപ്റ്റ് അനദർ മിസ്കാരേജ്, ഐ ഡോണ്ട് വാണ്ട് ടു അബോർട്ട് ദിസ് എന്ന് പറഞ്ഞു. അതവർ സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, അഥവാ ആയാലും സ്റ്റിൽ ബർത്ത് ആയിരിക്കും എന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. ഒരു കുഴപ്പവും ഉണ്ടായില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ, അന്നത്തെ കാലത്ത് ഫോണൊന്നുമില്ല, അമ്മാമ്മ എനിക്ക് ഒരു എഴുത്ത് പടോസി അയൽപക്കക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് അതിനകത്ത് എഴുതിയിരുന്ന, ലില്ലി, ഇവിടുത്തെ കൺവെൻഷൻ നടക്കുകയാണ്, ഇത്രയും നാള് ദൈവം നടത്തിയല്ലോ, ഇത്രയും വരെ ദൈവം കൊണ്ടുവന്നല്ലോ, PG വർഗീസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് മീറ്റിങ്ങിന് വന്നാട്ടെ ചർച്ചിൽ നിന്ന്. അന്നേരം ഡോക്ടർ കമലം ഇദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മാനസികമായിട്ട് വിഷമം തരരുത്, വിഷമം തന്നാൽ മിസ്കാരേജ് അഗ്രിവേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സന്തോഷത്തോടെ ഇരുത്തണം എപ്പോഴും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എഴുത്ത് കിട്ടിക്കഴിഞ്ഞുടനെ ഞാൻ കൺവെൻഷൻ ആകുന്ന ദിവസം ഞാൻ പതുക്കെ ഇദ്ദേഹം ഓഫീസ് വരുന്നതിന് മുമ്പേ തയ്യാറായി നിൽക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് ചോദിച്ചു, എന്തോത്തിനാ ഇവിടെ പോകാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ചർച്ച് വരെ പോകാം, അതിൻ്റെ ആവശ്യമില്ല, പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കരയുന്നത് കണ്ടുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. അന്ന് അദ്ദേഹം അതിൻ്റെ ഏറ്റവും പുറകിലിരുന്നു. അടുത്ത ദിവസവും ഞാൻ അതുപോലെ, അദ്ദേഹത്തിനൊരു വ്യത്യാസമുണ്ട്, അടുത്ത ദിവസവും ഞാൻ ഇതുപോലെ തയ്യാറായി നിന്ന് കഴിഞ്ഞിട്ട് പറയും, അതിൻ്റെ ആവശ്യമില്ല, പള്ളിയിൽ പോകേണ്ടുന്ന 3 പ്രാവശ്യമേ ഉള്ളൂ, 2 പ്രാവശ്യം എടുത്തോണ്ട് പോവുക, 1 പ്രാവശ്യം നടന്നു പോവുക. എടുത്തോണ്ട് പോവുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ, ജനിക്കുന്ന സമയത്ത് എന്തോ മാമോദീസ മുക്കാനായിട്ട്, പിന്നെ മരിക്കുന്ന സമയത്ത്, പിന്നെ നടന്നു പോകുന്ന കല്യാണത്തിനായിട്ട്. അതിൽ കൂടുതൽ പോകേണ്ട ആവശ്യമില്ല, വേറെ എവിടെയെങ്കിലും പോകാം എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് എനിക്കന്നേരം വളരെ വിഷമം തോന്നി. ഞാൻ കരയാൻ തുടങ്ങി. എന്തായാലും ഇദ്ദേഹം പോയി. എനിക്ക് അന്നേരം ചെറുതായിട്ട് വയറിനൊരു വേദന, നേരത്തെ എനിക്ക് വയറ്റുവേദന, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ചർച്ചിൽ പോയാൽ എനിക്ക് സമാധാനമാകും, ഞാൻ സൗഖ്യമാകുമെന്ന് അദ്ദേഹത്തോട് കാല് പിടിച്ച് പറഞ്ഞു. എന്തായാലും അദ്ദേഹം പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മിലിറ്ററി ട്രക്കിൽ ഇരുന്നിട്ട് സുവിശേഷം അവിടെ വെച്ച് കേട്ടു. അവിടെ വെച്ച് അദ്ദേഹം ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അന്ന് ആദ്യമായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സുന്ദരിയായിരിക്കുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ ഒത്തില്ല. പക്ഷേ സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഇദ്ദേഹം പിന്നെയും കള്ളുവല്ലോ കുടിച്ചതായിരിക്കുമെന്ന് വിചാരിച്ചു. സ്തോത്രം. എന്നാല് ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര വിശ്വസ്തമാണെന്ന് എനിക്ക് വീണ്ടും ഉറപ്പിച്ചു പറയാനൊക്കും. യൗവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സാരി എന്ന പോലെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, എങ്കിലും നിത്യകരുണയോടുകൂടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഒന്ന് തൊട്ടു, അദ്ദേഹത്തിന്റെ കണ്ണിന് ഒരു സർജറി ചെയ്ത് വ്യത്യാസം വരുത്തി. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് സമാധാനം ഇന്ന് നദി പോലെ ഒഴുകുകയാണ്. യെശയ്യാവ് 48-നകത്താണ് 18-നകത്താണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അയ്യോ, നിങ്ങൾ എൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, നിങ്ങളുടെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഭവനത്തില് സമാധാനം തീർച്ചയായിട്ടും ഒഴുകുക തന്നെ ചെയ്യും. സ്തോത്രം. അത് കഴിഞ്ഞ് ആത്മീയമായിട്ട് ഇദ്ദേഹം വേഗം വളരാൻ തുടങ്ങി. ഞാൻ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നമുക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, നമുക്ക് സ്നാനപ്പെടണം? ഞാൻ പറഞ്ഞു, ഞാൻ ദൈവഭയത്തിലൊക്കെ ജീവിച്ച കൊച്ച, ഞാൻ കള്ളും കുടിച്ചും വേണ്ടാത്ത രീതിയിലൊന്നും നടന്നിട്ടില്ല, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒന്ന് മുങ്ങിയ മാമോദിസ ഏറ്റത് അതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പല ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അവരോടൊക്കെ ഞാൻ നല്ല ഉറച്ച മർത്തോമാക്കാരിയായിരുന്നു കേട്ടോ. ഞാൻ അവരോടൊക്കെ നല്ലപോലെ വാദിക്കുമായിരുന്നു. അപ്പൊ അവസാനം ഇവര് ആൾക്കാരെ കൊണ്ടുവരുന്നത് നിർത്തി. പിന്നെ ഇദ്ദേഹവും ചാക്കോ, ഹബീൽദാർ ചാക്കോയും
അമ്മാമ്മയും കൂടെ ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് പറയുന്നത് അങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് ഒരു ദിവസം കുഞ്ഞിന് അസുഖമായി. ഇദ്ദേഹം ഓഫീസിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും നിർത്തുന്നില്ല. അവസാനം ഞാൻ തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് റോമർ 6-ന്റെ അകത്ത് 6-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ, അതെന്റെ അകത്ത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത്, ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ് ഇത് നിന്ന് കേട്ടോ. അന്ന് ഞാൻ തീരുമാനിച്ചു, കർത്താവെ ഞാൻ സ്നാനപ്പെട്ടുകൊള്ളാം. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു. ഞാൻ പക്ഷേ ഇദ്ദേഹത്തോട് പറഞ്ഞില്ല ഞാൻ സ്നാനപ്പെടുന്നൊന്നും പറഞ്ഞില്ല. ഇദ്ദേഹം സ്നാനപ്പെടുന്നതിൻ്റെ അന്ന് ഞാനും കൂടെ ഞങ്ങൾ ഒന്നിച്ച് 1972 മാർച്ചിൽ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സ്നാനപ്പെടുന്നതിന് മുൻപേ തന്നെ ഈ ഇങ്ങനെയൊക്കെ ഉള്ള സമയം ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയും ഹോളി സ്പിരിറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പും ഒക്കെ ഉണ്ട്. ഞാൻ പ്രസവിച്ച് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. ഇദ്ദേഹം ഈ ആത്മീക ചൂട് കൊണ്ട് എന്നെ വലിച്ചു പൊക്കിക്കൊണ്ട് പോയി അവിടെ ചെന്നിരുന്നു. അന്ന് അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പി എൻ തോമസ് ഉണ്ട്, പക്ഷെ അദ്ദേഹം അല്ല, വേറൊരാളാ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും. അദ്ദേഹം എൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ച് തല അങ്ങ് കുലുക്കി കഴിഞ്ഞിട്ട് കുറേ നേരം കുലുക്കിയിട്ട് എന്നോട് പറഞ്ഞു, സ്വോത്രം പറ, നിർത്താതെ സ്വോത്രം പറ. ഞാൻ സ്വോത്രം പറഞ്ഞ് എൻ്റെ നാക്കിലെ വെള്ളം എല്ലാം അങ്ങ് പറ്റി, തൊണ്ടയെല്ലാം പറ്റി. ഇദ്ദേഹം കുലുക്കി പ്രസവിച്ച് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് തലവേദന, നടുവേദന, ശരീരവേദന ഭയങ്കരമായിട്ട് എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം, നീ ഇപ്പോഴും ലോകത്തിലാ. തന്നെയല്ല അവിടെ കിടന്ന് ചില മനുഷ്യർ അങ്ങോട്ട് ഉരുളുന്നു ഇങ്ങോട്ട് ഉരുളുന്നു, ബഹളം വെക്കുന്നു. ഇതൊക്കെ എനിക്ക് സഹിക്കത്തക്ക രീതിയിലല്ലായിരുന്നു. ഞാൻ പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ സ്വോത്രം പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. ഇതിനിടയിൽ കൂടി ഇതുവരെ എന്തോ ഈ കാണിക്കുന്നതെന്ന് നോക്കുമായിരുന്നു. എനിക്ക് അതിനോടൊരു അലർജിയായി വാസ്തവത്തില്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ ഈ കുഞ്ഞൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ദൈവമേ എനിക്ക് എഴുന്നേറ്റ് പോകാമായിരുന്നല്ലോ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച. ദൈവത്തിന്റെ കൃപ കൊണ്ട് കുഞ്ഞ് കരഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പോന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചെനിക്കൊരു അധ്യാപികയായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളത് കൊണ്ട് നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ വീട്ടുകാരെല്ലാം ഭയങ്കര എതിരെ. എൻ്റെ വീട്ടിലും എൻ്റെ ബ്രദർ എന്നെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ എൻ്റെ അമ്മച്ചി എനിക്ക് കുത്തുവാക്കുകൾ പറയുമായിരുന്നു. അതൊന്നും ഇതിനകത്ത് പറയാൻ ഒക്കാത്ത രീതിയിലുള്ള ചില വാക്കുകൾ, ജാതികളൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുമായിരുന്നു. അതൊക്കെ എനിക്ക് വിഷമം വരുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2-3-4 ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് CPM ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. എന്നോട് സ്നാനപ്പെട്ടോ? ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അഭിഷേകം പ്രാപിച്ചോ? ഞാൻ പറഞ്ഞില്ല. അന്നേരം എൻ്റെ അമ്മച്ചിയുടെ മുമ്പിൽ വെച്ച് പറയുക, ആണ്ട കിടക്കുന്നു, കർത്താവിന്റെ വരവെങ്കിൽ മേലോട്ട് പോകത്തൊന്നുമില്ല. എൻ്റെ അമ്മച്ചി പറയാ, എൻ്റെ മക്കളെ നിനക്ക് ആ ലോകവും ഇല്ല ഈ ലോകവും ഇല്ല. എനിക്കത് വലിയ വിഷമമായിട്ട് തോന്നി. ഇതൊക്കെ ആയിട്ട് കർത്താവിന്റെ വരവിൽ ഞാൻ പോയിട്ടില്ല എങ്കിൽ എന്തു പ്രയോജനം? എനിക്കത് വളരെ വേദനയായിട്ട് തോന്നി. അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവെ സത്യമായിട്ട് ഞാൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന ആ സമയത്ത് കൊതുകുവല കെട്ടിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എന്നെ ഇങ്ങനെ ആരോ ഇങ്ങനെ പൊക്കുന്നതായ ഒരു അനുഭവം എനിക്കുണ്ടായി. കൊതുകുവലയുടെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുവന്ന് താഴെ കിടത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞ, കർത്താവെ എന്നോട് ക്ഷമിക്കണേ, കർത്താവെ ഇത് സത്യമായിട്ട് നീ ആണെങ്കിൽ എൻ്റെ അവിശ്വാസം എന്നോട് ക്ഷമിക്കണേ, എന്നെ ഒന്നുകൂടെ പൊക്കിയേക്കണേ എന്ന് പറഞ്ഞ് യഥാർത്ഥമായിട്ട് കൊണ്ടുപോകും. രണ്ടാമതും എനിക്ക് അതേ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത് ഒരു സ്വസ്ഥതയായി. പക്ഷേ അദ്ദേഹം ആ വാക്ക് പറഞ്ഞതിനാൽ എനിക്ക് എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ അകത്തുണ്ടായി. തന്നെയുമല്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ അങ്കിള് വീട്ടിൽ വന്നതായ സമയത്ത് എൻ്റെ കുഞ്ഞന്ന് മലന്ന് കിടക്കുന്ന സമയത്ത് കുഞ്ഞിങ്ങനെ കാലിൽ കുത്തി ഇങ്ങനെ പുറകോട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒന്നും പറയാൻ വയ്യാത്തതിന് സ്നാനപ്പെട്ടത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിന് പറഞ്ഞു, എടാ മോനെ, നിനക്കും പെന്തിക്കോസുകാരുടെ കുത്തിമറിയൽ കിട്ടിയോ മോനെ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ വിചാരിച്ചേടാ, അങ്ങനെ ഒരു കുത്തിമറിയലുണ്ടെങ്കിൽ എനിക്കും വേണം. അത് ഇത് കൂടി, ആഗ്രഹം എനിക്ക് കൂടി. അത് കഴിഞ്ഞിട്ടാണ്, അങ്ങനെ ഇരിക്കുന്നതായ സമയത്താണ് എൻ്റെ ഭർത്താവ് എനിക്കൊരു എഴുത്തെഴുതി, ഞാൻ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്, തനിക്ക് എന്നോട് കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് അധ്യാപികയായിട്ട് ജോലി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിന് മറുപടി അയച്ചില്ല. തന്നെയല്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല.
അതുകൊണ്ട് ഞാൻ ആ എഴുത്ത് എൻ്റെ മൂത്ത സഹോദരനെ കാണിച്ചു. എന്നോട് പറഞ്ഞു, മോളെ, സുവിശേഷ വേല ചെയ്യാനുള്ള തൊലിക്കട്ടി നിനക്കില്ല. കൊച്ചു കാര്യങ്ങളിൽ പോലും കരയുന്ന സ്വഭാവമാണ് നിനക്ക്. നിന്നെ കൊണ്ട് ആ പണി ഒക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്തുകൊണ്ട് കുഞ്ഞിനെ നല്ലപോലെ വളർത്ത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കുറച്ച് അദ്ദേഹത്തിന് പൈസ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്കായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അതൊരു നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് കുറച്ച് സ്വസ്ഥത തന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഉറപ്പില്ലാഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിന് മറുപടി അയച്ചില്ല. 2 ആഴ്ചയായിട്ട് ഞാൻ മറുപടി അയച്ചില്ല. 2 ആഴ്ചയായിട്ട് എൻ്റെ എഴുത്ത് കിട്ടാതായപ്പോഴേ എൻ്റെ മൂത്ത സഹോദരന് സ്കൂൾ അഡ്രസ്സിൽ അദ്ദേഹം ഒരു എഴുത്ത് അയച്ചു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്നതായ ഹവിൽദാർ ചാക്കോയും കുടുംബവും നാട്ടിൽ വരുന്നുണ്ട്. ലില്ലി വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇത് വായിച്ചപ്പോഴേ എൻ്റെ സഹോദരന് വിഷമമായി. കാരണം കൊച്ചുപെങ്ങൾ കഷ്ടപ്പെടുമല്ലോ, കാണാനൊക്കത്തില്ലല്ലോ എന്നൊക്കെ ഉള്ള മനപ്രയാസം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ മനപ്രയാസപ്പെട്ട വൈകിട്ട് ഒരു 7 മണി ആകാറായപ്പോഴാണ് സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വരുന്ന സമയത്ത് വന്ന ഉടനെ എന്നോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്, നീ വടക്കേ ഇന്ത്യക്ക് സുവിശേഷ വേലയ്ക്കായിട്ട് പോകുന്നുണ്ടോ, നിന്റെ അഭിപ്രായം എന്തുവാ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അല്പ ദേഷ്യ സ്വഭാവത്തിന്, നിനക്കല്ലാതെ പിന്നെ വേറെ ആർക്കാ അറിയാവുന്നത്? എന്നോട് അങ്ങനെ ഒരിക്കൽ പോലും ദേഷ്യപ്പെടുന്നതല്ല എൻ്റെ സഹോദരന്. വേറെ ആർക്കാ അറിയാവുന്നത്? നേരം വെളുക്കുമ്പോഴ് എനിക്ക് ഉത്തരം തന്നോണം എന്നോട് പറഞ്ഞു. അതെൻ്റെ അകത്ത് വല്ലാതെ വിഷമം. ഞാൻ എന്തുത്തരം കൊടുക്കും? എനിക്ക് തീരുമാനം എടുക്കാനൊന്നും അറിയത്തില്ല. ഇവരുടെ വീട്ടിലെ പ്രശ്നം എല്ലാം കൂടെ ഞാൻ ആകെപ്പാടെ കിടന്നു. ഞാൻ കരഞ്ഞ് കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു രാത്രി 3 മണി. പിന്നാണ് ഞാൻ സമയം നോക്കിയത്. 3 മണി ആയപ്പോൾ ആരോ എന്നെ ഇങ്ങനെ തട്ടി ഉണർത്തുന്നത് പോലെ. സാധാരണ ഞാൻ കരയോ വിഷമിക്കുകയോ ഒക്കെ ചെയ്താൽ എൻ്റെ സഹോദരൻ വന്ന് കണ്ണുനീരൊക്കെ തുടച്ച് ഉമ്മയൊക്കെ തരുന്ന സ്വഭാവമുള്ള കൂട്ടത്തിലാണ്. എൻ്റെ സഹോദരനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ അടച്ചു കിടക്കുന്ന ആരുമില്ല. ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, നീയാണ് എന്നെ ഉണർത്തിയതെങ്കിൽ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ല. എന്തെങ്കിലും എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തിരുവചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവചനം എടുത്തു. ഇരമ്യാവ് 45-ന്റെ 5-ാം വാക്യം എനിക്ക് കിട്ടി. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ഒരു നാളും അരുത്. ഞാൻ സകല ജഡത്തിനും അനർത്ഥം വരുത്തും. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും നിന്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കുമെന്ന് നീ ചെന്ന് അവനോട് പറക. ഞാൻ രാവിലെ എന്തോ പറയുമെന്ന് വിഷമിച്ച് മനപ്രയാസപ്പെട്ട് കിടന്ന വ്യക്തമായിട്ട് എനിക്ക് ദൈവം തമ്പുരാൻ ഉത്തരം തന്നു. നീ ചെന്ന് അവനോട് പറയുക. ഇംഗ്ലീഷിനകത്തോ ഹിന്ദിയിലോ അവനോട് പറയുക എന്ന് എഴുതിയിട്ടില്ല. എൻ്റെ ആവശ്യത്തിൻ്റെ സമയത്ത് എൻ്റെ മലയാളം ബൈബിളിനകത്ത് ദൈവം എഴുതി വെച്ച്, പ്രിയപ്പെട്ടവരെ, വഴിയറിയാതെ യാതൊരു ഗതിയുമില്ലാതെ ഗതികെടുന്നതായ സമയത്ത് ഹല്ലേലൂയ ഇറങ്ങി വന്ന് സഹായിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ എൻ്റെ മൂത്ത സഹോദരനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട സുവിശേഷം പ്രസംഗിക്കുന്നതായ ദൈവഭക്തനായ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ, ജോൺ ബെനിയൻ പരദേശി മോക്ഷയാത്ര എഴുതിയ ജോൺ ബെനിയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ലോർഡ്, മൈ പുവർ വൈഫ് ആൻഡ് മൈ ഡഫ് ചൈൽഡ്, യെറ്റ് ഐ ഗോ. യെറ്റ് ഐ ഗോ എന്നുള്ളത് എൻ്റെ അകത്ത് കുറച്ചുകൂടെ ആഴത്തില് ഇറങ്ങി. കർത്താവെ, വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ കുഞ്ഞ് എൻ്റെ ഭാവി, എങ്കിലും ഞാനും പോകുന്നു. അങ്ങനെ തീരുമാനിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് 1972 ഓഗസ്റ്റില് ഞാൻ വടക്കേ ഇന്ത്യക്ക് പോയി. അദ്ദേഹം പിന്നെ 2 മാസം കൂടെ ഉണ്ടായിരുന്നു മിലിറ്ററിയിൽ. ഞങ്ങൾ നവംബർ 6-ന് കട്രയിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത് ഞങ്ങൾ അവിടെ ചെന്നു. അറിയാത്ത ഭാഷ, അറിയാത്ത സ്ഥലം, ഒരു മനുഷ്യരുമില്ല. ഇടയ്ക്ക് എല്ലാം പട്ടിണി. ആ സമയത്തൊക്കെ ഒരു മനുഷ്യരോട് സംസാരിക്കാനും ഇല്ല. ആ സമയത്തൊക്കെ ഞാൻ പാടി ആശ്വസിക്കുന്ന ഒരു പാട്ടുണ്ട്. ഞാൻ പാടുന്ന കൂട്ടത്തിലല്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അമ്മയപ്പനും ബന്ധുമിത്രാദിദാനവും മാനം എല്ലാം എനിക്കു നീയേ. വാനം ഭൂമിയുമാകവേ മാറുമെന്നാകിലും വാക്കുമാറാത്തവൻ നീ. എനിക്ക് വളരെ ആശ്വാസം തരുമായിരുന്നു ആ പാട്ട്.
ഒരു അനുഭവം പറയട്ടെ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മണ്ണെണ്ണ അങ്ങ് തീർന്നു. കയ്യിൽ പൈസയില്ല. ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് പെൻഷനോ കാര്യമൊന്നുമില്ല. ജോലി രാജിവെച്ചതായതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാനും ആരുമില്ല. വിശ്വാസത്താലുള്ള പ്രവർത്തനത്തിനാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. പുസ്തകം വിറ്റാല് കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ചെലവ് കഴിയുന്നത്. പട്ടാളത്തിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹം സുവിശേഷ വേലകൾക്കായിട്ട് കൊടുത്തിട്ടാണ് വേലയ്ക്കിറങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ തീർന്നു. മണ്ണെണ്ണ തീർന്നു കഴിഞ്ഞപ്പോൾ ആഹാരം വെക്കാനില്ല എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, മണ്ണെണ്ണയില്ല. മണ്ണെണ്ണ കൊണ്ടുവന്ന ജെരിക്കന് പാട്ട എടുത്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച്, കർത്താവേ നീ സഹായിക്കണേ. അങ്ങനെ ഒരു കുപ്പി മണ്ണെണ്ണ അന്നത്തെ ദിവസത്തേക്ക് കിട്ടി. നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയട്ടെ, 13 ദിവസം ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ കുപ്പി എണ്ണ കിട്ടുമായിരുന്നു. 13ാമത്തെ ദിവസം ഞങ്ങൾക്ക് മണി ഓർഡർ വന്നു. അന്നത്തെ ദിവസം ഇദ്ദേഹം കുലുക്കി, പക്ഷെ മണ്ണെണ്ണ വന്നില്ല. Praise the Lord. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് അതൊരു ഹിന്ദു പുണ്യ സ്ഥലമാണ്. ഒത്തിരി 10,000 പേര് സന്ദർശകര് അവിടെ എല്ലാ ദിവസവും, അന്നത്തെ കാലത്ത്, ഇപ്പൊ ലക്ഷക്കണക്കിനാണ് വരുന്നത്, 10,000 പേര് ഒരു ദിവസം വരുമായിരുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകം വിൽപ്പനയൊക്കെ ഇത്രയും നടക്കുന്നത് കേട്ടോ. അവിടെ ഉള്ള ഏറ്റവും താഴ്ന്ന ജാതിക്കാരുടെ കുഞ്ഞുങ്ങള് ഭിക്ഷ തണ്ടാനായിട്ട്, ഈ വരുന്നവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷ തണ്ടാനായിട്ട് ആ കുഞ്ഞുങ്ങൾ ആ റോഡിൽ നിൽക്കുമായിരുന്നു. കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, ശരീരം മുഴുവൻ അഴുക്കും, എല്ലാം അഴുക്കും പിടിച്ച്. ഇവരെ കണ്ടു കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. എനിക്കും മനസ്സലിവുണ്ട്, പക്ഷേ ഈ വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു മനപ്രയാസമായിരുന്നു, അകത്തുണ്ടായിരുന്നു. എനിക്ക് പഠിപ്പിക്കണമെന്നൊക്കെ എൻ്റെ അകത്തുണ്ട്, പക്ഷെ എനിക്കൊരു ഒരു കൊച്ചറപ്പ്. പക്ഷെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് അക്ഷരം പഠിപ്പിക്കണം, അവരെ കുളിപ്പിക്കണം എന്ന് പറയും. ദിവസം ഒരാളിന് നമ്മളുടെ കൂടെ ഇരുത്തി ആഹാരം, അവർ തന്നെ ആഹാരം എടുത്ത് കഴിക്കണം, നമ്മളുടെ കൂടെ ഇരുത്തി ആഹാരവും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വിളിപ്പിച്ചു, പഠിപ്പിച്ചു, അക്ഷരങ്ങൾ പഠിപ്പിച്ചു. ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് അവരെ പഠിപ്പിച്ചു. ഈ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് ചില ദിവസം ഇവർക്ക് അസുഖങ്ങളാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം ഈ കുഞ്ഞുങ്ങളെ അങ്ങ് സൗഖ്യമാക്കുമായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ അവരുടെ വീടുകളിൽ ചെന്ന് ഇവരെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ, വൃത്തിയായി തലയൊക്കെ മുടിയൊക്കെ ചീകി ചെല്ലുമ്പോൾ വീട്ടുകാർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, നേരെ പറയും, ഒരു മദ്രാസി ഒരു ഫാമിലി ഉണ്ട്, അവര് ഞങ്ങളെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അവരുടെ വീട്ടിലുള്ളവർക്ക് അസുഖമാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയും, മദ്രാസി ബുലാവോ ഓരോ പ്രാർത്ഥന കർണേസെ ठीक हो जाएगा എന്ന് പറയാം. അങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് അവരുടെ വീടുകളിൽ തുറന്നു കിട്ടി. വേറൊരു കഥ പറയട്ടെ. വീട് തുറന്നു കിട്ടിയ വേറൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അന്നത്തെ കാലത്ത് തോട്ടികൾ എന്ന് പറയുന്നവർ, ആൾക്കാർ വന്ന് മലമൂത്ര വിസർജനം ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് പോകുന്ന സമയമാണ് അന്നത്തെ കാലത്ത്. ഞങ്ങളുടെ വീട്ടിലും വരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വരുന്ന സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളില്ല. അന്നേരം ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് വലിയ ഇഷ്ടം, ആരെയും കാണാനില്ലല്ലോ, അവന് വലിയ സന്തോഷമാണ്. അന്നേരം ഈ കൊച്ചു വരുന്ന സമയത്ത് ഞാൻ വരാന്തയിൽ അവനെ കൊണ്ട് കാണിക്കും. ആ കൊച്ചിനും വലിയ സന്തോഷം, ഇതിനും സന്തോഷം. പക്ഷെ അടുത്തൊന്നും ഞാൻ കൊണ്ടുപോകത്തില്ല. എൻ്റെ ഭർത്താവ് ഇത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പല ദിവസം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കൊച്ചിന്റെ ചിരിയും കുഞ്ഞിന്റെ സന്തോഷവും എല്ലാം കണ്ടു. ഒരു ദിവസം ഇദ്ദേഹം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവര് വരുന്ന ആ മുറ്റത്ത്, നമ്മുടെ മുറ്റത്തുകൂടാ പോകുന്നത്, അവിടെ ചെന്ന് അവിടെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി നിന്നു. വരുന്ന വഴിക്ക് എന്നിട്ട് ഞാൻ മുറിയിൽ നിൽക്കുക, എനിക്ക് കേൾക്കാം സംസാരം. എന്നിട്ട് ചോദിച്ചു, ഈ കുഞ്ഞിനെ തൊടണോന്ന് ചോദിച്ചു. അന്നേരം ഈ കൊട്ടയൊക്കെ കൊണ്ട് നടക്കുന്നതല്ലേ, ഞാൻ അകത്ത് മുറിയിൽ നിന്നും കൊണ്ട് ഞാൻ പതുക്കെ ഇങ്ങനെ മുരടൊക്കെ ഒന്ന് എനിക്ക്. പക്ഷെ ഇദ്ദേഹത്തിന് അതൊന്നും ഏശിയില്ല. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞിനെ തൊട്ടോ, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങളെ വിളിച്ചാല് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരാം, നിങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ കൂടെ കളിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് അവരുടെ വീട്ടിലോട്ട് വിളിച്ചു. മണ്ണും കൊണ്ടുള്ളൊരു കൂര, കയറി ചെല്ലുന്ന വാതുക്കല് തന്നെ ഈ കൊട്ടയും ആ കോരുന്ന തവിയും പിന്നെ ചൂലും വെച്ചിട്ടുണ്ട്. കൊട്ടയിലൊക്കെ ഇങ്ങനെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. ചെന്നപ്പോഴേ വാട എടുക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത വിഷമം. പക്ഷെ അകത്ത് കയറി കീറിയ ചില തുണികളൊക്കെ താഴെ ഇട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുത്തു. പ്രാർത്ഥന കഴിഞ്ഞുടനെ ഒരു കപ്പ് ചായ കൊണ്ടു തന്നു. വെള്ളക്കപ്പിനകത്ത് ആ കപ്പ് മുഴുവനും അഴുക്കാം. അന്നേരം എൻ്റെ ഭാവനയിൽ ചില ചിന്തകളൊക്കെ വന്നിട്ട് അതിൻ്റെ കൂടെ 2 മുട്ടയും, നല്ല കറുത്ത 2 മുട്ട, ഇവർ കൈ കഴുകാതെ മുട്ട പൊളിച്ചു കൊണ്ടുവച്ചത് എൻ്റെ ഭാവനയിലൊക്കെ വന്നു. ഇതിനകത്തൊക്കെ ഈ അവശിഷ്ടങ്ങളൊക്കെ കാണും. ഞാൻ പതുക്കെ ചെവിയിൽ, എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ മലയാളത്തിൽ പറഞ്ഞു, ഞാൻ ഈ ചായ കുടിക്കത്തില്ല, എന്നെ കൊണ്ട് കുടിക്കാനൊക്കത്തില്ല. അന്നേരം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് മലയാളത്തിൽ, എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ അത് കുടിക്കണം.
ചിലപ്പോ ഒരു മുട്ടയൊക്കെ കഴിച്ചു ഞാൻ ഛർദിക്കും. ഇവിടെ ഛർദിക്കത്തില്ല, വെളിയിലേ ഛർദിക്കത്തുള്ളൂ. എന്തോ ചെയ്യാനോ, കൂടെ താമസിച്ചതിലൊക്കെ ഒക്കത്തുള്ളൂ. ഇറങ്ങി ഇറങ്ങി തിരിച്ചു പോയതല്ലേ. അവസാനം ഞാനിങ്ങനെ ഇരുന്നു. അന്നേരം ഞാനിങ്ങനെ ആലോചിച്ച്, കർത്താവ് എന്തേ. നേരെ എനിക്കൊരു ബുദ്ധി വന്നു. ഇങ്ങനെ കപ്പും കൊണ്ട് കുടിച്ച കപ്പയിലുള്ള ഇതൊക്കെ എൻ്റെ അകത്ത് പോകും. പക്ഷേ ഞാനിങ്ങനെ കാത്തിരുന്ന ചായ തണുക്കുന്നിടം വരെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എൻ്റെ ചെറിയിട്ടിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ വലിച്ചു ചായ കുടിച്ചു. അന്നേരം എനിക്ക് ഇവിടെ ഒക്കെ കഴുകി വൃത്തിയാക്കാൻ ഒക്കുമല്ലോ. അങ്ങനെ കുടിച്ച് കഴിച്ചു വെളിയിലോട്ട് ഇറങ്ങി ഞാൻ ഛർദ്ദിക്കുക തന്നെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ വിളിച്ച് ചെന്നപ്പോഴേ ഭയങ്കര രോമം കരിയുന്ന വാട, ഭയങ്കര വാട. ഇവർ ഈ ആട്ടുതല അടുപ്പിനകത്തിട്ട് ചുട്ട് അത് ഇങ്ങനെ ചിരണ്ടി, അത് തൊലിയൊന്നും കളയത്തില്ല, അതിങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് അത് വെട്ടി അറിഞ്ഞ് കറിയിട്ട് വെക്കുക. അതുപോലെ തന്നെ ഈ ആടിന്റെ കുളമ്പ് അത് തീക്കകത്തിട്ട് ചുട്ടിട്ട് അതിങ്ങനെ അടിച്ചു കളയുമ്പോൾ അതങ്ങ് പോകും. അതുമൊക്കെ ഇട്ട് കറി വെച്ച എനിക്ക് ഒരു ഇരുമ്പുഞ്ഞാണ്, കബഡിയൊക്കെ പോയ ഒരു ഇരുമ്പുഞ്ഞാണത്തിനകത്ത് ഞങ്ങൾക്ക് ആഹാരം തന്നു മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട്. ഇത് കണ്ടപ്പോഴേ എനിക്ക് കിട്ടിയതാണെങ്കിൽ ചെവിക്കായമാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ ഈ മൂക്കള പോലെ ഇരിക്കുന്ന ആ കുളമ്പും കൂടെ എനിക്ക് അത് കണ്ടപ്പോഴേ ഈ വാടയും ഇതും എല്ലാം കൂടെ എനിക്ക് മനംമറിച്ച് വരുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ ചെവിയിൽ 2-3 ദിവസം മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, ഞാനിത് കഴിക്കത്തില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. പിന്നെയും കണ്ണുരുട്ടിക്കൊണ്ട് എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ അത് തന്നെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് വായിലോട്ട് ഇട്ടു. കുറച്ച് അകത്തിറക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഛർദ്ദിക്കാൻ, ഞാൻ ഓടിച്ചെന്ന് വെളിയിൽ ചെന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം സുഖമായിട്ട്, പരമസുഖമായിട്ട് ഇതൊക്കെ അങ്ങ് കഴിച്ചു, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ വേലയ്ക്കാണ് എന്നെ വിളിച്ചെങ്കിലും കർത്താവേ, നീ എന്നെ സഹായിച്ചെങ്കിലും എനിക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കർത്താവേ. അവസാനം ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ഒന്ന് മാറ്റണം കർത്താവേ. ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ പറയട്ടെ, ദൈവം എന്റെ സ്വഭാവം മാറ്റി. ഇന്ന് അവരുടെ ആഹാരം കിട്ടിയില്ലെങ്കിൽ, അവിടുന്ന് പോരുന്നതിന് മുമ്പേ അവരുടെ ആഹാരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമായിരുന്നു. അവരെ കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷവും സമാധാനവുമായിരുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് വ്യത്യാസത്തെ വരുത്തുവാനും, നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുവാനും നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഒരു വർഷം ആറായപ്പോഴത്തേക്ക് 100 പേരിൽ കൂടുതൽ സ്നാനപ്പെട്ടു. സഭ വളർന്നുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാരും കൂടെ തോട്ടികള് പഠിച്ചാല് പിന്നെ അവരുടെ കക്കൂസ് ഒന്നും വൃത്തിയാക്കാൻ ആളില്ല. അങ്ങനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട്, കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞു, വീട് ഒഴിച്ചു തരണം. അവര് കമ്മിറ്റി തീരുമാനിച്ചു, അവിടെ എങ്ങും ഒരൊറ്റ വീട് ഞങ്ങൾക്ക് തരരുത്. ഞങ്ങളൊരു റോഡ് സൈഡിലുള്ള വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ആ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിനെ എടുത്തും കൊണ്ട് കരഞ്ഞ് പല വീടുകൾ കയറി ഇറങ്ങി വാടകയ്ക്ക് ചോദിക്കുമായിരുന്നു. ആരും ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നില്ല. അവസാനം ഞങ്ങൾക്ക് ആ വീട് വിട്ട് പോരേണ്ടി വന്നു. അവിടുന്ന് ഞങ്ങൾ ഉദംപൂരിലും പിള്ളേച്ചനങ്കലിനായിട്ട്, KV പിള്ളേച്ചനങ്കലിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. 1 മാസം എന്നെ അവരുടെ കൂടെ ഡൽഹിയിൽ അവർ താമസിപ്പിച്ചു. ഇദ്ദേഹം ഉദംപൂരിൽ നിന്നും ഇടയ്ക്കൊക്കെ ഡൽഹിയിൽ നിന്നും ഇടയ്ക്ക് പോയി സൺഡേയിലെ മീറ്റിങ്ങുകൾ നടത്താനായിട്ട് പോകുമായിരുന്നു. കഥ ചുരുക്കി പറയട്ടെ, നീണ്ടുപോകാതെ, ഒത്തിരി കഥകൾ പറയാനുണ്ട്. പക്ഷേ എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു പൂജാരിയുടെ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു വേറൊരു ഗ്രാമത്തിൽ. അദ്ദേഹം ഈ കമ്മിറ്റിയെ കുറിച്ച് അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് നിമിത്തം, ഇത് എൻ്റെ ഭർത്താവ് തന്നെ അറിയുന്ന ഒരാളായിരുന്നു നിമിത്തം, ഒരു മുറി ഞങ്ങൾക്ക് കിട്ടി. അതിനകത്ത് കക്കൂസില്ല, കുളിമുറിയില്ല, ഒന്നുമില്ല. അവിടെയൊക്കെയുള്ള ജമ്മു കാശ്മീരിലൊക്കെ അന്നൊക്കെ ഉള്ളവർക്ക് കക്കൂസിൽ പോകുന്നതിനാണെങ്കിലും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരിടത്തില്ല. സ്ത്രീകളാണെങ്കിൽ തലയിൽ കൂടെ ഒരു മുണ്ടും ഇട്ടും കൊണ്ട് ഇരുന്ന് വെളിക്കിറങ്ങുകയൊക്കെ ചെയ്യും. നമുക്കതൊന്നും പരിചയമില്ലല്ലോ. അതുപോലെ തന്നെ കുളിക്കുന്നത് തന്നെ സ്ത്രീകളാണെങ്കിൽ പൊതുവിൽ നിരത്തിലിരുന്നിട്ടൊക്കെ ഉടുതുണി ഇല്ലാതിരുന്ന് അങ്ങ് കുളിക്കും. നമുക്കതൊന്നും പരിചയമില്ല. എനിക്കതൊരു വലിയ വിഷമമായിരുന്നു. ആദ്യ സമയത്ത് അവിടെ ചെന്നിട്ട് നമ്മൾ കട്ടിൽ മറച്ചു വെച്ചിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുളിക്കാനൊക്കെ നോക്കുമായിരുന്നു. കുളിയൊന്നും നടക്കത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ തുടച്ച പരിപാടിയൊക്കെ നടക്കത്തേ ഉള്ളായിരുന്നു കുറേ നാളുകളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായ സമയത്ത് എനിക്ക് പകല് എങ്ങും പോയി ഇരിക്കാനൊക്കത്തില്ല.
ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്ന സമയത്ത് പോയെങ്കിലേ ഒക്കത്തുള്ളൂ, ഒരു ഗതിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൗദിയിൽ നിന്ന് എൻ്റെ മൂത്ത നാത്തൂന് എനിക്കൊരു ബാഗ് കൊടുത്തയച്ചു. ബാഗ് കൊടുത്തയച്ചതിനകത്ത് കുറേ പ്ലാസ്റ്റിക് പേപ്പറുകളാണ് അത് കുത്തി നിറച്ച് കൊടുത്തു വിട്ടത്. അതിവിടെ വന്നുകൊണ്ട് ആ പ്ലാസ്റ്റിക് പേപ്പറുകൾ ഞാൻ ചില സമയത്ത് എനിക്ക് കക്കൂസിൽ പോകേണ്ടുന്ന സമയത്ത് അതെടുത്ത് ഇവരോട് വെളിയിൽ പോകാൻ പറഞ്ഞിട്ട് അത് തറയിൽ വിരിച്ചിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് അത് കെട്ടിയിട്ട് കൊണ്ട് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുന്ന ആ സമയത്ത് പല സ്ഥലങ്ങളിൽ കുറച്ച് അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് പോയി പ്രവർത്തനങ്ങൾ 50 കിലോമീറ്ററൊക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ജമ്മുവിൽ, സാംബായിൽ, കട്ടുവായിൽ ഒക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങി. സുവിശേഷ വേലക്കാർ നമ്മളുടെ കൂടെ വരെ എല്ലാവരും അൺമാരീഡ് ആയിട്ടുള്ളവരാണ് വന്നിട്ടുള്ളത്. ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിൽ അയച്ചു, 2 പേരായിട്ട് അവരെ അയച്ചു. അവരുടെ 3 സ്ഥലത്ത് പേര് തുടങ്ങി. അവർ 6 പേര് വരും. എല്ലാ മാസത്തിലും ഞങ്ങൾക്കൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. 3-ാമത്തെ ദിവസം ആഹാരം ഉണ്ടെങ്കിൽ ഒന്നിച്ച് കഴിക്കും. അതിനിടയ്ക്ക് ചായയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ സ്ത്രീയേ ഉള്ളൂ, ഒരൊറ്റ മുറിയേ ഉള്ളൂ. ഞങ്ങൾ 6 പേര്, അവർ 6 പേര്, ഇദ്ദേഹം 1 7, ഞാൻ 1 8, ഞങ്ങൾ 8 പേര് ഒരു മുറിക്കകത്ത് ഇങ്ങനെ അവരിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് അങ്ങനെ കിടക്കും. അന്നേരം ഈ അയൽവക്കത്തുള്ള സ്ത്രീകളൊക്കെ എന്നെ വളരെ മോശമായിട്ട് സംസാരിക്കുമായിരുന്നു. 5-6 ആണുങ്ങളും നീ ഒറ്റയ്ക്കൊക്കെ അല്ലാത്ത ഭാഷയിൽ അവരെന്നോട് സംസാരിക്കുമായിരുന്നു. എനിക്ക് വേദനയുണ്ടാകുമായിരുന്നു. ആ സമയത്ത് 3-ാമത്തെ ദിവസം ഇവര് കർത്തൃമേശ നടത്തും. കർത്തൃമേശ നടത്തുമ്പോൾ ഈ സഹോദരന്മാരെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എനിക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വിഷമത്തോട് വേദനയോടുകൂടെ ഭിത്തിയിലോട്ട് ഇങ്ങനെ തല ചായ്ച്ചു വെച്ചിട്ട് ഞാൻ കരയുമായിരുന്നു. കർത്താവേ, ഒരൊറ്റ സഹോദരി പോലും ഇല്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ട്. സ്തോത്രം. അന്നൊരൊറ്റ സഹോദരി പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ടീമിനകത്ത് ദൈവം 1500-ൽ പരം സഹോദരിമാരെ ഞങ്ങളോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് തന്നു. നമ്മുടെ ദൈവം, സ്തോത്രം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമാണ്. ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ദൈവം വർധനവിന്റെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. 2-ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് 4-ാമത്തെ ദിവസം വീട്ടിൽ ആഹാരമില്ല. കാരണം ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. ഈ വിശ്വാസികൾ കൊണ്ടുതരുന്ന അരിയും ആട്ടയുമാണ് ഞങ്ങൾ സഹോദരങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ ചർച്ചിൽ കിട്ടുന്ന ഓഫറിംഗ് ഒന്നും ഞങ്ങൾ എടുക്കത്തില്ല. ഒരിക്കൽ അങ്ങനെ ഒരു തീരുമാനവുമായിട്ടാണ് എല്ലാം പൂർണ്ണമായിട്ടും വിശ്വാസവേല ചെയ്യുമെന്നുള്ളൊരു തീരുമാനത്തോടാണ് ഞങ്ങൾ എടുത്തത്. അതൊന്നും എടുക്കത്തില്ല. അതുകൊണ്ടാണ് പലവട്ടം പട്ടിണിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അന്ന് പട്ടിണിയായിരുന്നു. ഞങ്ങൾ 4-ാമത്തെ ദിവസം തിരിച്ചു വന്ന് അന്ന് 4-ാമത്തെ ദിവസം റിയാസിലുള്ള, ഇപ്പോഴും അദ്ദേഹം ജീവനോടുണ്ട്, പാസ്റ്റർ സാങ്കുട്ടി IPCയിലുള്ള അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ആഹാരം കൊടുക്കാനൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്തെങ്കിലും കൊടുക്കാൻ. ഒരു 11 മണിയായപ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസി കൊച്ച് 1 ഗ്ലാസ് അരി 250 ഗ്രാം കാണുമായിരിക്കും, 250-300 ഗ്രാം കാണുമായിരിക്കും, അത് കൊണ്ട് തന്നു. പക്ഷെ കൂട്ടാനും കറിയും വെക്കാനും ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 12 മണി ആയപ്പോഴും ഉദംപൂരിൽ നിന്ന് 6 സിസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ എല്ലാവരും കൂടെ 11 പേര്. ദൈവത്തിന്റെ കൃപ കൊണ്ട് അവർ കൊണ്ടുവന്നവർ 2 കിലോ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ 250 ഗ്രാം അരി ഇട്ട് വെച്ചു. എൻ്റെ ഭർത്താവിൻ്റെ നേരെ ഇളയ സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ചേച്ചിയും അവിടെ വെച്ചാണ് സ്നാനപ്പെടുന്നത്. എല്ലാം അവിടെ വെച്ച് സ്നാനപ്പെട്ടു. ആ ആഹാരം ഞങ്ങൾക്ക് തികയത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ 11 പേര് കഴിച്ചു. ഞങ്ങൾ എല്ലാവരും തൃപ്തിയായി. 5 അപ്പത്തെ വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാർക്ക് കൊടുപ്പിച്ചവനായ ദൈവം ഈ 250 ഗ്രാം അരി ഞങ്ങൾ 11 പേര് കഴിച്ച് വളരെ തൃപ്തിയായിട്ട്. സ്തോത്രം. ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ബ്രാഹ്മണനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ വേറൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം. പക്ഷെ അവിടെ ജോലിക്കായിട്ട് വന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു കഴിഞ്ഞ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ചർച്ചിൽ വരത്തില്ല. കാരണം മറ്റുള്ളവർ തൊട്ടുകൂടാത്തവരാണല്ലോ, തീണ്ടിക്കൂടാത്തവരും ആയതുകൊണ്ട് അവിടെ വരത്തില്ലായിരുന്നു. പക്ഷേ നമ്മളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയും ഒക്കെ അനുഭവിക്കും. അങ്ങനെ അദ്ദേഹം ആത്മീകമായിട്ട് വളരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വിവാഹം ഒരു ഹിന്ദു സ്ത്രീയുമായിട്ടാണ് നടന്നത്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞ് ആ സന്തോഷത്തിന് ഒരു സൺഡേ സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ അവരെ ഒന്ന് കാണാമെന്നും കണ്ട്, കാരണം ശർമാജി നമ്മളോട് വളരെ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. കാണാമെന്നും കണ്ട് അവരുടെ വീട്ടിൽ ചെന്നു. അന്ന് ഞാൻ വൈറ്റ് സാരിയും വൈറ്റ് ബ്ലൗസും കൊടുത്തത്. വടക്കേ ഇന്ത്യയിൽ വെള്ള സാരിയും വെള്ള ബ്ലൗസും ഇടുന്ന വിധവമാരാ.
അന്നേരം അതിബുദ്ധമായിട്ട് കല്യാണം കഴിച്ച ഒരു വിധവ കാണാൻ ചെന്നുടനെ അവരെന്നോട് ചോദിച്ചു, "തു കോനോന്തേ?" നീ കോനോന്തേന്ന് ചോദിച്ചാൽ നിന്റെ ജാതി എന്താണെന്നാ ചോദിക്കുന്നത് കേട്ടോ. അന്നേരം അത് കേട്ടുകൊണ്ട് ശർമാജി വന്ന് കതക് തുറന്ന് എന്നെ ശർമാജി എന്നെ വിളിച്ച് അകത്തിരുത്തി അദ്ദേഹം ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര ദേഷ്യം ഒന്ന് വന്നു. ഒന്നാമത് വിധവ, രണ്ടാമത് ഇതിലെ വളർസാരിയും വെള്ള ഇത് വിട്ടും കൊണ്ട് വന്നിരിക്കുന്നു. അത് അദ്ദേഹം ചെന്ന് എനിക്ക് ചായ ഉണ്ടാക്കി കൊണ്ട് തന്നു. ഞാൻ ചായ കുടിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി പോരുന്ന സമയത്ത് ഈ സ്ത്രീക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ചായ കുടിച്ച കപ്പ്, ഇവര് ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്, അതിന്റെ താഴെ ഇറങ്ങി ഇങ്ങനെ നടന്നു ഗലിയിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ നടക്കുന്ന അവിടുന്ന് ആ കുടിച്ച കപ്പും അതെടുത്ത് താഴെ ഇട്ടു. അത് കഴിഞ്ഞ് ആ ഉണ്ടാക്കിയ പാത്രവും അതിൽ കൂടെ എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം നമ്മൾ തോട്ടികളാണെന്നുള്ള ചിന്തയില്. എന്തായാലും 2 വർഷം കഴിഞ്ഞപ്പോഴും അവർ ഗർഭിണിയായി, അവർക്ക് കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ നോക്കാൻ, അവർക്ക് രോഗിയെ അവർക്ക് നോക്കാൻ ആരുമില്ല. ഒരു മനുഷ്യരും ഈ സഹായത്തിനില്ലാതായപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അവരുടെ കുഞ്ഞിന്റെ തുണി കഴുകി കൊടുത്തു, അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തു. ചുരുക്കി പറയട്ടെ, 3 വർഷത്തിനകം അവരെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അവര് സ്നാനം തൊട്ടു. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുപോലെ തന്നെ നമ്മള് ഒരു സ്വാമിജി കട്ടറയിലുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നീ ഇവിടുന്ന് പൊക്കോണം, അല്ലെങ്കിൽ നിന്നെ കഷ്ണമാക്കി നിന്റെ രക്തം ഇതിൽ കൂടെ ഒലിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ സന്തോഷമായിട്ടല്ല പറയുന്നത്. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ആ മനുഷ്യൻ ഞങ്ങളുടെ രക്തം ഒലിപ്പിച്ചില്ല, ഞങ്ങൾ ഇന്നും ജീവനോടിരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്ന് വൈഷ്ണോദേവിയിൽ പോകുന്ന സമയത്ത് ഒരു മരത്തിലിടിച്ച് അദ്ദേഹത്തിന് മരണമുണ്ടായി. അദ്ദേഹത്തിന്റെ രക്തം ഒലിച്ചു. തന്നെയുമല്ല, നമ്മളെ ഏത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ, ആ വീടിന്റെ ഏത് റോഡിൽ കൂടെ ഞങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് വീടുകൾ തോറും നടന്ന് വീട് അന്വേഷിച്ചോ, ആ വീട്ടില് അതേ റോഡ് സൈഡില്, ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റില്, ആ റോഡ് സൈഡിൽ തന്നെ ദൈവം ഞങ്ങൾക്ക് 25 സെന്റ് സ്ഥലം തന്നു. അവിടെ 1-2 മാവും മരങ്ങളും ഒക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു അവിടം വിട്ടു പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടം വിട്ട് പോകുന്നു. പത്താംകോട്ടിന് വന്നു. 77 ഏപ്രിലില് ഇദ്ദേഹം പത്താംകോട്ടിന് വന്നു. ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തു. 250 രൂപയ്ക്ക് 3-4 മുറിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അവിടെ ബൈബിൾ സ്കൂൾ തുടങ്ങി. എനിക്ക് കട്ടറ വിട്ടു പോരുന്നത് വലിയ വേദനയായിരുന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു കട്ടറയിൽ തന്നെ മരിച്ച് അടക്കപ്പെടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതായ സമയത്ത് ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നായിരുന്നു. എൻ്റെ സുവിശേഷ നിമിത്തം, സ്വർഗരാജ്യ നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ നിലങ്ങളോ വിട്ടാല് 100 മടങ്ങ് ഞാൻ നിനക്ക് തരും, നിത്യജീവനും തരുമെന്ന്. എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര വിശ്വസ്തമാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ഏകാന്തതയുടെ സമയം ഉണ്ടായിരുന്നു, തനിയെ ഉള്ളതെന്ന്. എന്നാൽ ഇന്നെനിക്ക് 100 കണക്കിന് നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിലുള്ള നിങ്ങളെയൊക്കെ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് തന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 കണക്കിന് സഹോദരന്മാരെ, 100 കണക്കിന് മക്കളെ, 100 കണക്കിന് അമ്മയപ്പന്മാരെ, 100 കണക്കിന് സഹോദരിമാരെ ലോകത്തിലാകമാനം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. 100 കണക്കിന് വീടുകൾ ചെന്ന് താമസിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്നു. ഒരു നേരത്തെ ഒരു നല്ല ആഹാരം കഴിച്ചിരുന്നെങ്കിലെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, വലിയവനായ ദൈവം പലരീന്ന് നമുക്ക് കഴിക്കാൻ വയറില്ല, കഴിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് വേണ്ടി നാം എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയെന്ന് നമുക്ക് തോന്നിയാൽ ഒരിക്കലും അതൊരു നഷ്ടമല്ല. ദൈവം തീർച്ചയായിട്ടും അവൻ നമ്മെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അത് കഴിഞ്ഞ് പത്താംകോട്ട് വന്നു കഴിഞ്ഞപ്പോഴ് ബൈബിൾ സ്കൂളിലെ കുക്കായിട്ടാണ് എൻ്റെ ജോലി. കാരണം ഞങ്ങൾക്ക് പൈസ ഇല്ല, ഒരു കുക്കിനെ നിർത്താനൊന്നും അല്ല. ആദ്യം 5 പേരായിരുന്നു, രണ്ടാമതായപ്പോഴത്തേക്ക് 10 പേരായി. ഞങ്ങളോടൊപ്പം ഇന്നും പ്രവർത്തിക്കുന്ന പത്താംകോട്ടെ ബേർഷമ ചർച്ചിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന EJ ജോണി, അദ്ദേഹം ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹമൊക്കെ പഠിക്കുന്ന സമയത്ത്
അന്ന് ട്രെയിനിങ് ആണല്ലോ, വടക്കേ ഇന്ത്യയിലെ ഭാഷ പഠിപ്പിക്കുക, അവിടുത്തെ സംസ്കാരം പഠിക്കുക, വിശ്വാസം അതിനോടൊപ്പം പഠിപ്പിക്കാനൊത്തു. പല ദിവസങ്ങളും ആഹാരമില്ലാതെ ഈ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസും ഞങ്ങളും ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് പലപ്പോഴും കാണുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു ദിവസം ഒരനുഭവം പറയട്ടെ. ഒരു ദിവസം 3-4 സർദാർജിമാർ വന്നു. ഒരു മുറി ഇദ്ദേഹത്തിന്റെ ഓഫീസാണ്. ആ മുറിയിലാണ് കയറി അവർ ചെന്ന് കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു, ലില്ലി 6 കപ്പ് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ 6 കപ്പ് ചായ ഉണ്ടാക്കിക്കൊണ്ട് ആ മുറിയിൽ ചെന്ന സമയത്ത് ഈ മനുഷ്യരുടെ നോട്ടം, ഇവരുടെ കണ്ണ് അല്ലെ, സ്ത്രീകൾക്ക് എളുപ്പം മനസ്സിലാകും പുരുഷന്മാരുടെ കണ്ണ് ശരിയല്ലെങ്കിൽ. എന്നിട്ട് ഇവരുടെ നോട്ടം ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ചായ വെച്ചിട്ട് വേഗം തിരിച്ച് കിച്ചണിൽ വന്നു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വന്ന് കപ്പ് എടുത്തോണ്ട് പോകാൻ. ഞാൻ ജോണി ബ്രദറിനോട് പറഞ്ഞു, കുഞ്ഞ് ചെന്ന് ആ കപ്പുകൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അടുത്ത ദിവസവും ഈ മനുഷ്യർ വന്നു. ഈ മനുഷ്യർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഞാൻ ചായ ഉണ്ടാക്കി ജോണി ബ്രദറിന്റെ കയ്യിൽ കൊടുത്ത് വിട്ടു. അദ്ദേഹം കപ്പ് എടുത്തോണ്ട് വന്നു. അവരിങ്ങനെ ഞെളിഞ്ഞും മെലിഞ്ഞും ഒക്കെ എന്നെ നോക്കുന്നതുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ശനിയാഴ്ച വരരുത്. ശനിയാഴ്ച ഞാൻ സുജാൻപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോകും. പോയിട്ട് രാത്രി 10-12 മണിയായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവരത് കേട്ടു. ആ ശനിയാഴ്ച തന്നെ രാത്രി 8:30 ആയപ്പോഴ് ഇദ്ദേഹം ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസുമായിട്ട് മാത്രം പോയി. ജോണി ബ്രദർ മാത്രമേ ഉള്ള അവിടെ. അദ്ദേഹം പോയി. 8:30 ആയപ്പോഴ് അവരൊരു ട്രാക്ടറിന്റെ അകത്ത് 4-5 സർദാർജിമാര് വന്നു. ഒരാൾ 8:30 ആകുമ്പോൾ തണുപ്പ് കാലം ആവുന്ന സമയത്ത്, തണുപ്പത്ത് 8-8:30 ആകുമ്പോഴത്തേക്ക് അന്ന് TV ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ, മനുഷ്യർ കിടന്നുറങ്ങും, ശബ്ദമൊന്നും കേൾക്കത്തില്ല. പക്ഷേ ഇവര് ട്രാക്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നു. 2 പേര് വാതിലിന്റെ അവിടെ, ഗ്രേറ്റിന്റെ അവിടെ മുട്ടി വന്ന് ഗേറ്റിന്റെ മുട്ടി ഗേറ്റ് തുറന്നു. 2 പേര് അവിടെ നിന്നു. 2 പേര് വരാന്തയിൽ വന്ന് ജോണി ബ്രദറിനോട് ഹിന്ദിയിൽ സംസാരിച്ച്, അദ്ദേഹത്തിന് അന്ന് ഹിന്ദി അറിയത്തില്ല. ഹിന്ദി നെയ് മാലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു മാഡത്തിനെ വിളിക്കണമെന്ന്. മാഡത്തിനെ വിളിക്കാൻ പറഞ്ഞു. നേരെ ജോണി ബ്രദർ ഇദ്ദേഹം ഇതിലൊരാളും കൂടെ വന്നിട്ട് കതകിന് കൊട്ടിയിട്ട് തുറന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജോണി ബ്രദറിനോട് പറഞ്ഞു, പോയി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇദ്ദേഹം അകത്തോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അകത്ത് വരരുത് കുഞ്ഞുങ്ങൾ, തറയിൽ ഞങ്ങൾ കൊയർമാറ്റിട്ടിട്ടാ, കട്ടിലൊന്നുമില്ല, കൊയർമാറ്റിട്ടിട്ട് താഴെ ആണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്, കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുകയാണ്, അകത്ത് വരരുത്. നേരെ പറഞ്ഞു എന്നോട് എനിക്ക് സുവിശേഷം കേൾക്കണം, ഞങ്ങൾക്ക് സുവിശേഷം കേൾക്കണം. ഞാൻ പറഞ്ഞു, സുവിശേഷം പറയാൻ എനിക്കറിയത്തില്ല, എനിക്ക് കഞ്ഞിയും കറിയും വെക്കുകയും വീട്ടുകാരിയും നോക്കുകയും കുഞ്ഞുങ്ങളെ നോക്കുക, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ജോലി. സുവിശേഷം പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയാണ്, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തലേന്ന് അവർക്ക് ബുക്ക് കൊടുക്കുന്ന, പുസ്തകം ഒക്കെ കൊടുത്തത്, ട്രാക്ട് കൊടുക്കുന്നത് അവർ കണ്ടു. ഒരു ഇടുങ്ങിയ മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്ന മുറി. അത് കഴിഞ്ഞ് ബോയ്സിന്റെ റൂം, അത് കഴിഞ്ഞ് ഒരു ബോയ്സിന്റെ റൂം, അത് കഴിഞ്ഞ് ക്ലാസ് റൂം, അത് കഴിഞ്ഞിട്ട് ആ ഇടുങ്ങിയ റൂം. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ റൂമിൽ നിന്ന് ബുക്ക് എടുത്ത് തരാൻ പറഞ്ഞു. ഞാനിത് വിശ്വസിച്ചിട്ട് ഞാൻ ബുക്ക് കൊടുക്കാമെന്നും കണ്ട് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് നടന്നു. ഇവരെൻ്റെ പുറകെ, ഈ മനുഷ്യൻ എൻ്റെ പുറകെയാണ്, മുമ്പിലൊരു മനുഷ്യനുണ്ട് പുറകെ. ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ അകത്തൊരു ശബ്ദം, ഓടി രക്ഷപ്പെട്ടുള്ളൂ. എങ്ങോട്ട് ഓടാനാ അല്ലേ? ആ ഒരു മുറിയിൽ, ആ ബോയ്സിന്റെ ആ റൂമിലോട്ട് ഇന്ന് പറയുമ്പോഴും എൻ്റെ രോമം എഴുന്നേക്കും. എങ്ങനെയാണ് ഞാൻ അതിനകത്ത് പോയതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നെ വലിച്ചിട്ടെന്ന് മാത്രമേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഞാൻ ആ മുറിക്കകത്ത് കയറിയ ഉടനെ കുറ്റിയിടാനുള്ള ബുദ്ധി എനിക്ക് വന്നു. കതകിന് കുറ്റിയിട്ടു. ഭയത്താലായിരിക്കും ഞാൻ കുറേ നേരം അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഭയവും വിറയിലും എൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന, ജനൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്ന മനുഷ്യനെ നട്ടും ബോൾട്ടും ഇട്ട് നിർത്തിയതുപോലെ ഓടുന്ന പൊസിഷനിൽ ആ മനുഷ്യനെ ഇങ്ങനെ ദൈവം നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, വടക്കേ ഇന്ത്യയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ദുഷ്ടന്മാരുടെ, വടക്കേ ഇന്ത്യയിൽ നിന്നും മാത്രമല്ല, എവിടെയാണെങ്കിലും ദൈവമക്കൾ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ദൈവം ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, സ്തോത്രം, നീ എവിടെ പോയാലും നിന്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. സ്തോത്രം. അവന്റെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ കുക്കായിട്ട് ഞാൻ തന്നെ ആയിരുന്നു തുടരുന്നത്. അടുത്ത ബാച്ച് വന്നു. അപ്പൊ കേരളത്തിൽ നിന്ന് ഒരു അച്ഛനും
കുടുംബവും കൂടെ ഞങ്ങളുടെ കൂടെ ബൈബിൾ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. എൻ്റെ വീട്ടിലെ അച്ഛന്മാർക്കൊക്കെ വിളിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവരെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അതിന് വേറെ സ്ത്രീകളൊന്നുമില്ല ബൈബിൾ സ്കൂളിൽ, ഈ ഒരു ലേഡിയേ ഉള്ളൂ. ഒരു കുക്കിങ്ങും എല്ലാ ജോലിയും തൂത്തുകൊടപ്പവും എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ അവര് ഒരു വകയും ഈ സഹോദരി ചെയ്ത് അച്ഛൻ്റെ ഭാര്യ കൊച്ചമ്മ ചെയ്യത്തില്ലായിരുന്നു. എനിക്കതിനകത്ത് വിഷമം തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ആ സമയത്താണ് അങ്കിള് ഒറീസയ്ക്ക് 2 മാസത്തേക്ക് പോയി. ഇദ്ദേഹം പോകുന്ന സമയത്തെങ്ങാണ്ട് ഞാൻ ഗർഭിണിയായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ സ്ത്രീ എല്ലാവരോടും പറഞ്ഞു പരത്തി, ഞാൻ മോശപ്പെട്ട സ്ത്രീയാണ്, അദ്ദേഹം സ്ഥലത്തില്ലാത്തപ്പോൾ ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹോദരിയോട് അവരൊരു മാസയോഗത്തിന് വന്നപ്പോൾ അവരുടെ അടുത്തും പറഞ്ഞു. ആ സഹോദരി എന്നോട് പറഞ്ഞു, അമ്മമ്മയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നെ വളരെ സ്നേഹിക്കുന്നവരാണ്. അത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. കാരണം ഞാൻ എൻ്റെ സ്വഭാവം, എൻ്റെ അമ്മച്ചി പറയുമായിരുന്നു, ഞാൻ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, മക്കളെ വല്ല ആൺപിള്ളാരെയൊക്കെ കണ്ട് ചിരിച്ചിട്ട് നമ്മുടെ കുടുംബത്തിന് നാണക്കേട് വരുത്തരുതെന്നുള്ളൊരു ഉപദേശം പറഞ്ഞു തന്നിട്ടായിരുന്നു വിട്ടത് കേട്ടോ. അതെൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു, കുടുംബത്തിന് നാണക്കേട് വരുത്തരുത്. കർത്താവിൻ്റെ രാജ്യത്തിനായി കഴിഞ്ഞിട്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്, എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിന് യാതൊരു വിധത്തിലും നാണക്കേട് വരുത്തരുതെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിനകത്തുണ്ട്, പ്രാർത്ഥനയുമുണ്ട്. എനിക്കിത് കേട്ടപ്പോൾ വളരെ വേദനയായി. എൻ്റെ വീട്ടിലെങ്ങാണോ അറിഞ്ഞാൽ അവരൊക്കെ മനസ്സ് പൊട്ടി ചങ്ക് പൊട്ടി ചത്തു പോകുമല്ലോ എന്നുള്ളൊരു വേദന. എങ്ങനെ ഞാൻ ഈ ബഹുമാനസംഖ്യ എൻ്റെ അകത്ത്, ഞാൻ അകത്ത് ചെന്ന് കിടന്ന്, അടുക്കളയിൽ ചെന്ന് കിടന്ന് കവിണ് കിടന്ന് കരഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ ഇതങ്ങ് മിസ്കാരേജ് ആയി പോകട്ട് കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസം ഞാൻ ആഹാരം കഴിക്കാതെ പ്രാർത്ഥിച്ചു. അവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഇദ്ദേഹം അങ്കിൾ വന്നപ്പോഴോ ഓഫീസിൽ റൂമിൽ കരുതുന്ന അവർ താമസിക്കുന്ന മുറിയിൽ നിന്ന് കാണാൻ വരാമെന്ന്. ഞാൻ അടുക്കളയിലായിരുന്നു. ഈ സ്ത്രീ അവിടെ പോയെന്ന് ജോണി ബ്രദർ എന്നോട് പറഞ്ഞു, അമ്മാമേ സാറ് വന്നു എന്ന് പറഞ്ഞു. ഈ സ്ത്രീ, ഞാൻ ചെന്നപ്പം ഈ സ്ത്രീ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി, എനിക്ക് പേടിയായി. ഇദ്ദേഹത്തിനോട് ഇത് പറഞ്ഞു. കാരണം നേരത്തെ കുടുംബ സമാധാനം ഇല്ലാതെ ജീവിച്ചിരുന്നതല്ലേ, എന്തെങ്കിലും പറഞ്ഞ് ഇദ്ദേഹം വിശ്വസിച്ചാൽ ആകെപ്പാടെ ഗതികേടാകുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു. ഇദ്ദേഹത്തോട് ഞാൻ ഒരു വകയും തുറന്നു പറയത്തുമില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവേ ഇതങ്ങ് മിസ്കാരേജ് ആയി പോകണമേ. പക്ഷെ അത് മിസ്കാരേജ് ആയില്ല. 3 മാസം കഴിഞ്ഞ്, 4 മാസം കഴിഞ്ഞ്, 5 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞു, 7 മാസം ആയപ്പോൾ ഞാനിങ്ങനെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വയറിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ കഴിയുമെങ്കിൽ കർത്താവേ ഇതങ്ങ് അലസി പോകട്ടെ കർത്താവേ. എളുപ്പം എനിക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന ഓർമ്മ വന്നു. കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ആ പ്രാർത്ഥന എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞ, കർത്താവെ കഴിയുമെങ്കിൽ ഇതങ്ങ് ഒഴിഞ്ഞു പോകട്ടെ കർത്താവെ. എന്നിട്ട് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അതിൻ്റെ അറ്റത്ത് ഞാൻ ഒരു അച്ചടിക്കൂടെ കൂട്ടിച്ചേർത്ത്, കർത്താവെ ഈ കുഞ്ഞ് ഉണ്ടാവുകയാണെങ്കിൽ ദൈവമേ മൂത്ത കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ടാക്കി വെക്കണേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന, കരച്ചിലുകൾ അതുപോലെ ഒപ്പിയെടുക്കുന്നവനായൊരു ദൈവം. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവന്നുടനെ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൽ പറയാണ്, ആഹാ അബിയും ഈ കൊച്ചുമായിട്ട് ചിരി പോലും ഒരുപോലാണല്ലോ എന്ന്. സ്തോത്രം. നമ്മുടെ വേദനകളെ ഒപ്പിയെടുക്കുന്നവനായ ദൈവം, സ്തോത്രം. നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് നമ്മെ മാന്യത അണിയിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം, സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടു. ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹത്തിന് ഇതുപോലെ സംശയം ഉണ്ടായിട്ട് 3 മാസമായപ്പോൾ അതിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഇല്ലെങ്കിൽ അദ്ദേഹം വിട്ടിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അബോർട്ട് ചെയ്യണ്ട, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. കുഞ്ഞെ ഇങ്ങനെയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് പ്രവർത്തിക്കാം. പക്ഷെ ആ മനുഷ്യൻ വിട്ടിട്ട് പോയി. ദൈവം ഒരു നല്ലൊരു ആൺകൊച്ചിനെ ആ കുഞ്ഞിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വിട്ടിട്ട് പോയി കേട്ടോ. പക്ഷെ ആ കൊച്ച് ഇന്ന് കർത്താവിൻ്റെ വേലയിലാണ്. നമ്മളുടെ ജീവിതത്തിനകത്ത് വരുന്ന അനുഭവങ്ങള്, വേദനകള് മറ്റുള്ളവർക്ക് സഹായത്തിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ. സ്തോത്രം. ആ കാലങ്ങളിൽ അന്ന് അപ്പോഴും തന്നെയല്ല, എൻ്റെ സഹോദരങ്ങള് എനിക്ക് പുതിയ സാരി അയച്ചു. അവരൊക്കെ ഫോറിനിലൊക്കെയാ. പുതിയ സാരി അയച്ചു തരുമായിരുന്നു. അല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കൊന്നും അങ്ങനെ നല്ല സാരികളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ഈ പുതിയ സാരി കിട്ടുമ്പോഴും അത് കൊടുക്കുമായിരുന്നു. കൊടുത്തിട്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് സാരി വാങ്ങിച്ച് കുറഞ്ഞ വിലയ്ക്കുള്ളത് ഞാൻ വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ സെക്കൻഡ് ഹാൻഡ് കൊടുത്താലും ആരും സെക്കൻഡ് ഹാൻഡ് ആണെന്ന് വിചാരിക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഞാൻ കണ്ടു, എൻ്റെ ദൈവം ഇന്ന് എനിക്ക് വളരെയേറെ സാരികൾ തന്നു, ഇഷ്ടം പോലെ തന്നിരിക്കുന്നു. തന്നെയുമല്ല, ആ കാലങ്ങളിൽ ഞാനൊരു വാക്യം കണ്ടു, ഹീ ക്ലോസ് ദ ലില്ലീസ്. ഇംഗ്ലീഷാ വായിച്ചേ. ഞാൻ വിചാരിച്ച, കർത്താവേ ഞാൻ ലില്ലിയാണ്. എൻ്റെ ഭർത്താവിനോട് ഇന്നേ വരെ
ഒരു തുണി എനിക്ക് വാങ്ങിച്ചു തരണമെന്നോ എനിക്കൊരു സാധനം വാങ്ങിച്ചു തരണമെന്നോ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് ചില തുണികൾ ഇടുമ്പോൾ എല്ലാവരും പറയും എന്ത് ചേർച്ചയായിരിക്കുന്നു. ഞാൻ പറയാം എൻ്റെ അപ്പൻ എനിക്ക് തന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. ഹീ ക്ലോസ് ദ ലില്ലീസ്. ഹല്ലേലൂയ. അവന് എന്നെ അണിയിക്കുന്നു. ഇഷ്ടം പോലെ വാരി വിതറി കൊടുക്കുവാൻ തക്കോണം ദൈവം എൻ്റെ കയ്യിൽ ഇന്ന് സാരികളാണെങ്കിലും അല്ലാത്ത തുണി തരങ്ങളാണെങ്കിലും എല്ലാം എൻ്റെ കയ്യിൽ അവന് ഏൽപ്പിച്ചിരിക്കുന്നു. പത്താംകോട്ടും ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയാല് സ്ഥലം വാങ്ങിക്കാനും വിശ്വാസത്താല് 1979 ജൂൺ മാസത്തില് ചാക്കോപ്പച്ചൻ, ഡൽഹിയിലുള്ള ആ ചാക്കോപ്പച്ചൻ ഞങ്ങളോട് വന്ന് ബൈബിൾ സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അന്ന് ചർച്ച് നമ്മുടെ ആ ക്ലാസ് നടക്കുന്നതില്ല, ആൾക്കാരുണ്ട്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ചർച്ചിനൊരു സ്ഥലം വാങ്ങണമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അദ്ദേഹം പ്രാർത്ഥിച്ചു. നവംബറിൽ പാസ്റ്റർ പി ഡി ജോൺസൺ വന്നു. പാസ്റ്റർ പി ഡി ജോൺസൺ വന്നപ്പോഴും അദ്ദേഹവും അത് പറഞ്ഞു, സ്ഥലം വാങ്ങിക്കണം. എന്നിട്ട് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസയൊന്നുമില്ല. അന്നിട്ട് ചോദിച്ചു വർഗീസെ ഇത്രയും കാര്യങ്ങൾ നടത്തുന്ന എങ്ങനെ? അത് വിശ്വാസത്താല. എന്നിട്ട് ചോദിച്ചു 1 സെന്റ് സ്ഥലത്തിന് എത്രയാ രൂപ? 1000 രൂപ അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കുറെ വർഷങ്ങളായല്ലോ. അന്നേരം അദ്ദേഹം പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് 1000 രൂപ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഞങ്ങള് കുറച്ച് സ്ഥലം വാങ്ങിച്ചു. അവിടെ കെട്ടിടം പണിതിറങ്ങി വാടക ലാഭിക്കാനായിട്ട് കെട്ടിടം പണി തീരുന്നതിന് മുമ്പ് ലിൻഡിലിട്ടു. പക്ഷെ ആകെ പുറത്ത് മുകളിൽ സിമെന്റ് ഒന്നും ഇട്ടില്ല, തറ അടിച്ചില്ല. കട്ടളയും വാതിലും വെച്ചു, പക്ഷെ കതകൊന്നും ഇട്ടില്ല. പൈസ തീർന്നു. ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് മാറി അവിടെ താമസിച്ചു. ആ കതകുകൾ താഴെ വിരിച്ചിട്ടാണ് അതിന്റെ മുകളിലായിരുന്നു ഞങ്ങൾ കിടക്കുന്നത്. അതിനടുത്ത് ആടിനെയൊക്കെ കൊല്ലുന്ന ഒരു അറവുശാല ഉണ്ടായിരുന്നു. അവിടെ പട്ടികൾ രക്തം കുടിക്കാൻ വരുന്ന ആ പട്ടികൾ ഞങ്ങളുടെ കൂടെ വന്ന് രാത്രിയിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് പല മുറികൾ തന്നിട്ടുണ്ട്, പല ബൈബിൾ കോളേജ് സ്കൂളുകൾ തന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിലും സ്തോത്രം. സർദാർജി വന്നതായ സമയത്ത്, ആ പ്രശ്നം ഉണ്ടായ സമയത്ത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് ഇവിടം വിട്ടിട്ട് വേറെ എവിടെയിട്ടേലും പോകാമെന്ന്. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇല്ല, നാം ഇവിടം വിട്ട് പോകത്തില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആ സമയത്ത് ഞാൻ എൻ്റെ ബൈബിളിന്റെ ആദ്യത്തെ പേജിൽ എഴുതിയിട്ട ചില വരികളുണ്ട്, ഞാനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. Abandoned unto him, utterly abandoned to the will of God, seeking for no other path than my master trod, leaving ease and pleasure, making him my choice, waiting for his choice, listening for his voice. അവന്റെ ശബ്ദത്തിന് വേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നിടത്തുനിന്ന് ഒരിക്കൽ പോലും മാറിപ്പോകരുത് എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായാലും വിഷമങ്ങളുണ്ടായാലും പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ എവിടെ വിളിച്ചാക്കിയിരിക്കുന്നു അവിടെ നിലനിൽക്കുവാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവം നമുക്ക് കൃപ തരും. പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും, നിന്ദയുണ്ടാകും, പരിഹാസങ്ങൾ ഉണ്ടാകും. പക്ഷെങ്കിൽ അതിൻ്റെ ഒക്കെ ഉപരിയായിട്ട് ദൈവകൃപ അത് നമ്മളെ പൊതിഞ്ഞുകൊള്ളുന്നതാണ്. അതൊരിക്കലും നമ്മളെ വിട്ടുപോകാത്തതാണ്. സ്തോത്രം. ഞങ്ങള് പത്താംകോട്ട് വന്നു. സ്ഥലം ആയി, കെട്ടിടങ്ങളെല്ലാം ആയി, അവിടെ കൃഷിയൊക്കെ ആയി. എന്തുവാ മാവ്, വാഴ എല്ലാം നട്ടുപിടിച്ച് പല ലൊക്കാട്ട്, എനിക്ക് ഹിന്ദി അറിയത്തുള്ളൂ, മലയാളം എനിക്കത് അറിയത്തില്ല. ലൊക്കാട്ട് അങ്ങനെയുള്ള ഫലം കിട്ടുന്ന വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിച്ച് എല്ലാം ആയി കഴിഞ്ഞപ്പോൾ 86 ആയപ്പോഴത്തേക്ക്, 85 അവസാനം ആയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിന് ദൈവത്തിന്റെ ആത്മാവ് പ്രചോദനം കൊടുത്തു അവിടെ വിട്ടിട്ട് പോകണമെന്ന്. ആ നാട്ടിൽ മാന്യത, എനിക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട്, പക്ഷേ ഡോക്ടർ ആളിനെ വീട്ടിൽ വിട്ട് എൻ്റെ ബ്ലഡ് എടുപ്പിക്കുവാൻ അത്രയും മാന്യതയായിരുന്നു നമുക്ക് ആ സ്ഥലത്ത് കേട്ടോ. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല, നമുക്ക് ഡൽഹിക്ക് മാറണം. വാസ്തവത്തിൽ ഡൽഹിയിലോട്ട് മാറാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ആദ്യം ഞാൻ വടക്കേ ഇന്ത്യയിൽ 71 വരുന്നതായ സമയത്ത് ഡൽഹിയിൽ ഇദ്ദേഹത്തിന്റെ കസിൻ സിസ്റ്ററിനോട് കൂടെ 1-2 ദിവസം താമസിച്ച് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ എന്നെ സ്വീകരിക്കാനായിട്ട്, ഉദംപൂരിന് പോകാനായിട്ട്. ആ സമയത്ത് ബസ്സിനകത്ത് കയറിയ സമയത്ത് ചില വളരെ മോശമായ അനുഭവങ്ങൾ എനിക്ക് ബസ്സിനകത്തുണ്ടായിട്ടുണ്ട്. എനിക്ക് ഡൽഹിയിൽ നിന്ന് കേൾക്കുന്നത് ദേഷ്യമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോ
തീരുമാനത്തിനോ ഒരിക്കൽ പോലും ഞാൻ അകത്ത് എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടുണ്ട്. അകത്ത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, എതിര് നിന്നിട്ടുമില്ല. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. 3 മാസത്തിന് മുൻപ് ഒരാളിനെ ഡൽഹിക്ക് അയച്ചു. ഞങ്ങളോടൊപ്പം ഇന്നും ഉണ്ട് അദ്ദേഹം. CK ജോർജും കുടുംബവും കാൺപൂരിൽ താമസിക്കുന്നു. അദ്ദേഹത്തെ ഡൽഹിക്ക് വിട്ടു. വീട് കണ്ടുപിടിക്കാനായിട്ട് കുഞ്ഞുങ്ങളുടെ സ്കൂളിന്റെ അഡ്മിഷനൊക്കെ തയ്യാറാക്കാനുണ്ട്. ഡൽഹിയിലൊക്കെ അടുത്ത വർഷത്തേക്കുള്ളത് തലേ വർഷം നവംബറിൽ തന്നെ അഡ്മിഷൻസ് ക്ലോസ് ആകുന്ന സിസ്റ്റമാണ് ഡൽഹിയിലൊക്കെ ഉള്ളത്. അദ്ദേഹം വന്നു, വീടൊന്നും കിട്ടിയില്ല. അന്നേരം അറിയിച്ചു വീടൊന്നും ഇല്ല, പിന്നെ വീടൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ ഇങ്ങോട്ട് തിരിക്കല്ലേ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും അഡ്മിഷനൊന്നും ഓപ്പണിംഗ് ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് തീരുമാനിച്ചു എന്തായാലും ഞങ്ങൾക്ക് ആ സമയത്ത് അവള് തിരുവനന്തപുരത്തുള്ള തോമസ് മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരൻ സൗദിയിലുണ്ടായിരുന്ന ആ ഒരു സഹോദരൻ ഒരു വലിയ പ്ലാസ്റ്റിക് പുൽപ്പ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം, എൻ്റെ ഭർത്താവ് പറഞ്ഞു, ആ ഈ പ്ലാസ്റ്റിക് പുൽപ്പായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാലും നമ്മൾ പോവുകയാണ്, മേഘം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു. പോരുന്നതിൻ്റെ തലേ ദിവസം CK ജോർജ് ബ്രദറിന്റെ ഫോൺ വന്നു, ഒരു റൂം സെറ്റ് കിട്ടി എന്ന്. അങ്ങനെ ഞങ്ങൾ വന്നു. ഒരു സിംഗിൾ കട്ടിലും ഒരു ഫ്രിഡ്ജും ഈപ്പച്ചൻ ബ്രദർ ഞങ്ങൾക്ക് തന്നതാണത്. പിന്നെ അത്യാവശ്യ കുക്കിംഗ് സാധനങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾ തറയിലാണ് കിടക്കുന്നത്. ആ പാ വിരിച്ചാണ് ഞങ്ങൾ വെളിയിൽ കിടക്കുന്നത്. ഞങ്ങളോടൊപ്പം കുഞ്ഞുങ്ങൾ 6 പേരുണ്ട്. ഞങ്ങളൊരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്നുണ്ടായിരുന്നു. 6 കുഞ്ഞുങ്ങൾ. ഞങ്ങൾ 2 പേര്, വേറെ 2 സഹോദരന്മാരെല്ലാം മേളിൽ കിടക്കും. ഞങ്ങൾ വെളിയിൽ, ഫാനുമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ പാ വിരിച്ച് കിടക്കും. ചൂട് കാലമാണ്. അയലോകത്തുള്ളവരാരും ഞങ്ങളോട് മിണ്ടത്തില്ല. തന്നെയല്ല, ഞങ്ങൾ ഡൽഹിയിലോട്ട് മാറിയെന്ന് അറിഞ്ഞപ്പോഴും ഒരു പവവാദം വരുന്നു. ഞങ്ങൾ അവിടെ വലിയ വീട് വാങ്ങിച്ചു, അതായത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് നിർത്തി. വളരെ ബുദ്ധിമുട്ടിയ കാലം. ആ സമയത്ത് മാങ്ങ ഇരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ പറഞ്ഞു, മമ്മി മാങ്ങ കാണുമ്പം വായി കൂടെ വെള്ളം വരുന്നെന്ന്. എന്നാലും മൂത്തവൻ പറഞ്ഞു, വാങ്ങിച്ചാലും മമ്മിയുടെ കണ്ണിൽ കൂടെ വെള്ളം വരും എന്ന് പറഞ്ഞല്ലേ. ഒരു മാങ്ങ പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഞങ്ങളുടെ പട്ടിണിയിലായിരുന്നു ഞങ്ങളായിരിക്കും. ബുദ്ധിമുട്ടിന്റെ സമയമായിരുന്നു ആ സമയത്ത്. കുഞ്ഞുങ്ങൾ 6 പേര് വീടിനകത്ത്, ഒരു മുറിക്കകത്ത്. ആ ഒരു മുറി എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഓഫീസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ടൈപ്പിസ്റ്റിനെ എടുത്തു. ആ കട്ടിലിൻ്റെ അകത്താണ് ടൈപ്പ് റൈറ്റർ വെച്ച് ടൈപ്പ് ചെയ്യുന്നത്. അത് ഓഫീസ് റൂമാണ്. അന്നേരം ബാക്കി സ്ഥലത്ത് ഇങ്ങനെ ചൂട് കാലത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. ആകെപ്പാടെ വലിയ വിഷമം. സ്കൂളുകളിൽ പോയിട്ട് എങ്ങും അഡ്മിഷൻ ഇല്ല. ഗവൺമെന്റ് സ്കൂളുകളിൽ ഞങ്ങൾ പോയി. എന്നിട്ട് ഗവൺമെന്റ് സ്കൂളുകളിലും അഡ്മിഷൻ. ആ സമയത്തൊക്കെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ ചില ആൾക്കാർ പറഞ്ഞായിരുന്നു, സ്നേഹം കൊണ്ടാണ് പറഞ്ഞ, കുഞ്ഞെ വടക്കേ ഇന്ത്യയിൽ പോയാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒന്നും ശരിയാകത്തില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ സംസാരിക്കത്തില്ല. അന്നേരമൊക്കെ എൻ്റെ തലയിൽ വിചാരിക്കുമായിരുന്നു, അവർ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കത്തില്ലല്ലോ എന്നൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മെയ് മാസത്തിൽ, ഞങ്ങൾ ഏപ്രിലാണ് ഇവിടെ വരുന്നത്, മെയ് മാസം അവസാനമായപ്പോൾ ലൈറ്റ് ഓഫ് ലൈഫ് മാസിക വന്നു. അതിനകത്ത് കോട്ടഗിരി പബ്ലിക് സ്കൂളിലെ ഒരു അഡ്വർടൈസ്മെന്റ് കിടക്കുന്നു, സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഉടനെ എൻ്റെ ഭർത്താവ് അവർക്ക് എഴുതി കഴിഞ്ഞുടനെ ഞങ്ങളിങ്ങനെ സുവിശേഷ വേലക്കാരാണെന്നൊക്കെ എഴുതിയുടനെ പറഞ്ഞു, അവർ കാറ്റലോഗും എല്ലാം കൂടെ അയച്ചു. കുറേ ഭയങ്കര ഫീസും കുറേ യൂണിഫോമും ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ കൊണ്ട് കുറേ ഉണ്ട്. നമുക്കത് എത്തി നോക്കാൻ പോലും ഒക്കാത്ത വിധത്തിലാണ്. അങ്ങനെ ഇരിക്കുന്നു. എഴുതി. പിന്നെ അവർ ഞങ്ങൾക്ക് 25% സ്കോളർഷിപ്പ് തരാമെന്ന് ഇദ്ദേഹം എഴുതി. ഞങ്ങൾ താങ്ക് യു 25%. അങ്ങനെ കാര്യമായിട്ട് ഒരു എഴുതി കഴിയുമ്പോൾ പറഞ്ഞു 50% തരാമെന്ന് പറഞ്ഞു. പക്ഷെ 50% ആണെങ്കിലും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. 10 കോട്ട് വെച്ചുള്ള 2 ഷർട്ടും ഒരു നിക്കറും. ഷർട്ടുകൾ കഴുകിയിട്ടെങ്കിലേ ഉണങ്ങും, ഇടയ്ക്കിടയ്ക്ക് മാറുക. പക്ഷെ നിക്കർ ഒരെണ്ണേ ഉള്ളൂ, അത് ആഴ്ചയിൽ ഒരിക്കലേ കഴുകത്തുള്ളായിരുന്നു. ഇത് യൂണിഫോം വെള്ള ഷർട്ടായിരുന്നു, 10 കോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതെടുത്ത് കളർ ചെയ്യിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി. സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ ഭയത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന് പ്രിൻസിപ്പലിന്റെ റൂമിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരുന്ന് അവർ ഞങ്ങളോട് സംസാരിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നോക്കി ഞങ്ങളുടെ കയ്യിൽ ബെഡ്ഷീറ്റ് ഇല്ല. 12ഓ 10ഓ ബെഡ്ഷീറ്റ് എങ്ങാണ്ട് അവർക്ക് വേണ്ടുന്നത്. 8ഓ 10ഓ യൂണിഫോമാണ് ഒരു കൊച്ചിന് വേണ്ടുന്നത്. 3 പിള്ളേർക്കാകുമ്പോൾ ആലോചിച്ച് നോക്കില്ലേ. ഞങ്ങളുടെ കയ്യിൽ ആഹാരം പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ലാത്ത സമയമാണ്. അങ്ങനെ
അത് കഴിഞ്ഞ് അവരോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട, ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുവൈറ്റിലും ബഹറിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. അവരെല്ലാ വർഷം വരുമ്പോഴും യൂണിഫോം മാറ്റും, എല്ലാ വർഷവും അവർ ബെഡ്ഷീറ്റ് മാറും, അവരിട്ടിട്ട് പോകുന്നത് ഞാൻ മറ്റുള്ളവരോട് പറയാം കുഞ്ഞുങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ. അതുപോലെ പുസ്തകങ്ങളും പഴയ പുസ്തകങ്ങൾ അവർക്ക് ഞങ്ങൾ കൊടുത്തോളാം, ബുക്കുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് എപ്പോഴാണ് പൈസ ഉള്ളതെന്ന് വെച്ചാൽ അന്നേരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എത്ര എത്ര കരുണയുള്ള, എത്ര കരുതലുള്ളതിനായാലും ഞങ്ങൾ ഭയത്തോടെ കസേരയുടെ അറ്റത്തായിരുന്നത്, അവരെന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പേടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പൈസ വരുമ്പോൾ തന്നാൽ മതി, ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടെന്ന്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ചു, അവിടുത്തെ ടോപ്പറേഴ്സ് ആയിട്ട് വരുവാനായിട്ട് ദൈവം സഹായിച്ചു. സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ഞങ്ങള് ആ സമയത്ത് തന്നെ ഈ കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടി. ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ CK ജോർജ് ബ്രദർ പറഞ്ഞു, അവിടെ ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, 30,000. ഞങ്ങൾ മാറി വന്നു കുറച്ച് മാസങ്ങളല്ലേ ആയുള്ളൂ, കുറച്ച് മാസങ്ങളേ ആയുള്ളൂ, 2-3 മാസമേ ആയുള്ളൂ. ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, 5 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് അത് വാങ്ങിക്കാനൊക്കും, പക്ഷെ അഡ്വാൻസ് ആയിട്ട് 30,000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം അന്ന് ഈപ്പച്ചൻ ബ്രദറാണ്, പാസ്റ്റർ MA ഈപ്പനാണ് പത്താംകോട്ട് ചുമതലയിട്ടിരിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ടീമിൽ പൈസ ഇല്ല, പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഏകദേശം 2 ലക്ഷത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പേഴ്സണൽ അക്കൗണ്ടിനകത്ത് അങ്ങനെ പൈസ വരാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അല്ല ഉണ്ടെന്ന് പറഞ്ഞു, ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല, സുവിശേഷ വേലക്കാർക്ക് ഞങ്ങളുടെ കയ്യിൽ 30,000 രൂപ ഇരുന്നത് ഞങ്ങളത് എടുത്തങ്ങ് അഡ്വാൻസ് ആയിട്ട് അങ്ങ് കൊടുത്തു. അഡ്വാൻസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് പൈസ അയച്ചു തരാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു അവർ ദശാംശം ഇട്ടത് തെറ്റിപ്പോയതാ, 1985.85 അങ്ങനെ എങ്ങാണ്ട് പൈസ ഉള്ളായിരുന്നു, ദശാംശം ഇട്ടത്. ആകെപ്പാടെ വിഷമത്തിലായി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പട്ടിണിയിൽ, വിഷമത്തിൽ, വാടക കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് കഴിക്കാനില്ല. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ടൈപ്പിസ്റ്റ് കൊണ്ടുവരുന്ന ആഹാരം എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും അവർ വീതിച്ചു കൊടുക്കുമായിരുന്നു. ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പട്ടിണി ഇരിക്കുന്ന കണ്ടുണ്ട്. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ 3.5 രൂപ എൻ്റെ കയ്യിലുണ്ട്. അന്ന് അര ലിറ്റർ പാല്, 1 ലിറ്റർ പാലിന് 7 രൂപയുള്ളൂ. ആ അര ലിറ്റർ പാല് വാങ്ങിക്കാണ്ട് 2 രൂപയുടെ ഒരു നോട്ട്, 1 രൂപയുടെ ഒരു നോട്ട്, 2 4 അതും എടുത്തുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചു. 2 പേര്, ഒരാളിന് 6 വയസ്സ്, അടുത്ത ആളിന് 3 വയസ്സ്, കഷ്ടിച്ചായിട്ടേ ഉള്ളൂ, 3 വയസ്സായിട്ടില്ല. അവനും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പാല് വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു കുടുംബം ഞങ്ങളെ സന്ദർശിക്കാനായിട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാ, സംസാരിക്കണമല്ലോ. അപ്പം അന്നേരം മോൾക്ക് 6 വയസ്സുണ്ടല്ലോ എന്നും കണ്ട് ഞാൻ പറഞ്ഞു, മോള് മെയിൻ റോഡിലാണ് ബൂത്ത്, മോൾ അവിടെ ചെന്ന് കുഞ്ഞിനെയും കൊണ്ട് നില്ല്, പാൽപാത്രം ക്യൂവിൽ നിൽക്ക്, മമ്മി ഇവരെ സംസാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പോയി. ഞാൻ ഇവരുമായിട്ട് പ്രാർത്ഥിച്ചു, വർത്താനം പറഞ്ഞിരുന്നു, പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഇവർ പോയി കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് സന്ധ്യയായി. കുഞ്ഞുങ്ങൾ വന്നില്ല എന്നുള്ള വിഷമത്തിൽ ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ഞാൻ 2 ഗലി കഴിഞ്ഞിട്ട് വേണം മെയിൻ റോഡിൽ ചെല്ലാൻ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ബൂത്തിൻ്റെ അവിടെ ചെന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല. എൻ്റെ മനസ്സാകപ്പെട്ട് ഈ പ്രശ്നമായ സമയത്ത്, പൈസയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ, ഒരു പാസ്റ്റർ എനിക്ക് എഴുത്തെഴുതി, ഇദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഞാൻ വായിച്ചത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് വന്നേ. ദിനകരൻ, അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട്, കുഞ്ഞു പട്ടിണി കിടക്കുന്നതുകൊണ്ട്, വാടകക്കാരൻ വന്ന് തങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം എഴുതിയത്. പിന്നെ ദിനകരന് വന്നതിനപ്പുറമാണ് നിങ്ങൾക്ക് വരുന്നത്, അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് വരുമെന്ന്. അന്നേരം 86 മെയ്യില് ദിനകരൻ അങ്ങനെ ഒരു ആക്സിഡന്റ് ആയിട്ട് മോള് മരിച്ചുപോയി. അന്നേരം ഈ എഴുത്ത് വായിച്ച അന്നേരം ആ എഴുത്ത് എൻ്റെ തലയിൽ എളുപ്പം ഓർമ്മ വന്നു. ഞാൻ വിചാരിച്ചു, അയ്യോ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞേ മരിച്ചുള്ളൂ, ഇത് 2ഉം പോയി, വണ്ടി എങ്ങാണോ വന്ന് ചിലപ്പോൾ ക്രോസ് ചെയ്ത് ഇടിച്ചു പോയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നോക്കി, ആ സൈഡിൽ ചോറ്റുപാത്രമോ കുഞ്ഞുങ്ങളുടെ തലയോ കാലോ ഒന്നും കണ്ടില്ല. റോഡ് സൈഡിന്റെ അടുത്ത സൈഡിലും ചെന്ന് നോക്കി, ഇങ്ങനെ ഞങ്ങളുടെ അവിടെ വരെയുള്ള വഴിയിലുള്ള സ്ഥലത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി, അവിടെയും കാലും കയ്യും തലയും ഒന്നും കണ്ടില്ല, ചോറ്റുപാത്രവും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചെന്നാ വീട്ടിലോട്ട് പോകാമെന്നുള്ള, അവിടെ കാണും നോക്കാവുന്നുണ്ട്, ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ആദ്യത്തെ ഗലി, 2ാമത്തെ ഗലി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ വയ്യ. കാരണം ദിനകരന് വന്നതിന്റെ ഇരട്ടിയാ വരുന്നത്. അതിങ്ങനെ ഞാനങ്ങ് ഉറക്കി അങ്ങ് കരഞ്ഞ സമയത്ത് D174 അവിടെ ഉള്ളവരാരും ഞങ്ങളോട് മിണ്ടത്തില്ല. കാരണം ഞങ്ങൾ പാവങ്ങൾ, ദരിദ്രരായതുകൊണ്ട് ഒരുത്തരും ഞങ്ങളോട് മിണ്ടത്തില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടും ആരും ഇടപെടത്തില്ല.
അന്നേരം അവര് D175 ഒരു സ്ത്രീ അവിടെ എന്നോട് ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് അക്യോരൊത്തെ എന്തിനാ കരയുന്നേ? അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അന്നേരം അവരെന്നോട് പറഞ്ഞു ദിൻ രാത് കോ പരമേശ്വർ കോ പുകാർനെ വാല ആപ്പോ കുച്ച് നെയ് ഹോഗ. രാത്രി പകല് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊന്നും സംഭവിക്കത്തില്ല, വാ ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച്, എനിക്ക് നടക്കാൻ അപ്പോഴത്തേക്ക് ബലമില്ല, എൻ്റെ കൈ പിടിച്ച് അവരെന്നെ പിടിച്ചും കൊണ്ട് പോയി. ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ദൂരത്ത് നിന്ന് പോലീസ് 2 കുഞ്ഞുങ്ങളെ പിടിച്ചും കൊണ്ട് വരുന്നു. ആ കുഞ്ഞുങ്ങളെ കിട്ടി, സ്തോത്രം. എന്നിട്ട് കാര്യം അന്വേഷിച്ചപ്പോഴെന്താ, കുഞ്ഞുങ്ങള് അവിടെ ചെന്ന സമയത്ത് പോയ വഴിക്ക് അവരുടെ നിന്ന് 4 കയ്യിൽ നിന്ന് കളഞ്ഞുപോയി. അപ്പൊ ബൂത്തിൽ കൊടുത്തപ്പോ പറഞ്ഞു 4 എടുത്തോണ്ട് വരാന്, 4 കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. 4 എടുക്കാനായിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവര് വഴി തെറ്റിപ്പോയി, കുഞ്ഞുങ്ങൾ വഴി തെറ്റി ഇതായി പോയതാ. അവസാനം പോലീസ് സ്റ്റേഷനിലോട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആർക്കെങ്കിലും, നമ്മൾ വേദനയിലാണെങ്കിലും ആർക്കെങ്കിലും എഴുതുമ്പോൾ നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ വായിലെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും ഉള്ളതായിരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ എത്ര പ്രകോപനത്തിലാണെങ്കിലും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസം, നമുക്ക് അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരാം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മിൽ നിന്ന് വരാതിരിക്കാൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. 1989 അദ്ദേഹം ആ സമയത്ത് ആ സ്ഥലത്തില്ല. ആദ്യത്തെ ദിവസം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു ചപ്പാത്തിക്കേ ഉള്ളൂ. ഇളയ 2 കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ചപ്പാത്തി ഉണ്ടാക്കി പകുതി വെച്ച് കൊടുത്തു. മറ്റേ കുഞ്ഞുങ്ങളൊന്നും കഴിക്കാതെ പോയപ്പോൾ തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ നീ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നൊന്നും കിട്ടിയില്ല. അടുത്ത ദിവസം ഒരു വകയില്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല, അവരും ഒന്നും കഴിക്കാതെ പോയപ്പോൾ തൊട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവവചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, എങ്കിലും ഒക്കെ അന്വേഷിക്കുന്നവർക്കോ യാതൊരു നന്മയ്ക്കും കുറവില്ല, നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് യഹോവ ചെവി ചായിച്ചു വെച്ച് കേൾക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ ഞാൻ കോട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും പറ്റിയില്ല, ഒന്നും കിട്ടിയില്ല. മൂന്നാമത്തെ അന്ന് രാത്രി കാലം ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എനിക്ക് ഒരു ദൈവവചനം എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു. യെശയ്യാവ് 33:15 നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറ കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും, അവന്റെ അപ്പം അവന് കിട്ടും, അവന് വെള്ളം മുട്ടിപ്പോവുകയുമില്ല. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടുകൂടി ദർശിക്കും, വിശാലമായ ഒരു ദേശം കാണും. എനിക്ക് മനസ്സിലായി എന്താണ് എൻ്റെ കുഴപ്പമെന്നുള്ളത്. എനിക്ക് മനസ്സിലായി. ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങിക്കത്തില്ല, പക്ഷേ എനിക്ക് ദോഷം ചെയ്തിട്ടുള്ളവര്, എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കേണ്ട വെളിയിൽ ഞാൻ അയ്യോ എന്നൊക്കെ പറയുമെങ്കിലും അകത്ത് വളരെ നല്ലൊരു സന്തോഷം. അകത്ത് ഞാൻ പറയാം അങ്ങനെ തന്നെ വേണം, എന്നെ വിഷമിപ്പിച്ചില്ല, എന്നെ കരയിച്ചില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ ഈ സ്വഭാവമാണ് നിനക്ക് അപ്പത്തിനും വെള്ളത്തിനും മുട്ടുണ്ടാക്കുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു പ്രാർത്ഥിച്ചു, എന്നെ തന്നെ സമർപ്പിച്ച കർത്താവെ, നേരോട് നടക്കുവാനും നീതിയോട് നടക്കുവാനും കർത്താവെ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നേരം വെളുത്തപ്പോഴും ഒരു 7 മണിയായപ്പോഴും എനിക്കൊരു ഫോണ്, ഡോക്ടർ ഗ്രേസ് സിംഗപ്പൂരിൽ നിന്ന് പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ വന്നിട്ടുണ്ട്, ഞങ്ങളാണ് അവരെ സ്നാനപ്പെടുത്തിയത്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ആഹാരം കഴിക്കുന്നത്. ഞാൻ ആകെപ്പാടെ വിഷമിച്ച് എന്താ ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എന്തെങ്കിലും നീ ചെയ്തെങ്കിലും ഒക്കെ തുറന്നിട്ട് ഞാനിരുന്ന് കണക്കൂട്ടി 250 ഗ്രാം അരി, 100 ഗ്രാം എണ്ണ, അരപ്പാവ് പനീർ, മാന്യമായിട്ട് ആഹാരം കൊടുക്കണ്ടേ, അരപ്പാവ് തൈര്, ചിലപ്പം മട്ടർ, ഇങ്ങനെല്ലാം കൂടെ കണക്കൂട്ടിയപ്പോൾ 25 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കാര്യം സാധിക്കും. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് 30 രൂപ തരണം. എന്നിട്ട് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 86 മുതൽ എൻ്റെ അടുത്ത് ഒരു നല്ല ഒരു സഹോദരിയുണ്ട്, കുടുംബ സമാധാനം ഒട്ടും ഇല്ലാത്തത്, നല്ല പണമൊക്കെ ഉള്ള വീട്ടില്, പക്ഷെ ആ മനുഷ്യൻ ഒരു വല്ലാത്തൊരു മനുഷ്യനെ അടിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. സമാധാനത്തിനായിട്ട് അവർ എൻ്റെ അടുത്ത് വരും, ഞങ്ങൾ പ്രാർത്ഥിക്കും, കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കും, സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചൊക്കെ വിടും. അത് കഴിഞ്ഞിട്ട് അവരൊരിക്കൽ പോലും 86 മുതൽ എൻ്റെ അടുത്ത് ഒരു 89 വരെ ഒരിക്കൽ പോലും ഒരു 5 പൈസയോ ഒരു സാധനമോ തന്നിട്ടില്ല. തരണം എന്നുള്ളതല്ല ഒരിക്കലും, എനിക്ക് അവരുടെ വേദനയിൽ എനിക്ക് ആശ്വാസമായിരിക്കുന്ന വലിയ സന്തോഷമായിരുന്നു കേട്ടോ.
എന്നിട്ട് അതിൻ്റെ കൊണ്ടല്ല പറയുന്നത്. പക്ഷെ അന്ന് അവരെന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു, അവരുടെ വിളി കേട്ടപ്പോഴേ ഞാൻ വെച്ചു, കർത്താവെ വന്നാലും 1 1/2 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരിക്കും. ഇന്നും വന്നു എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. പ്രാർത്ഥിക്കാനും ഒക്കത്തില്ലല്ലോ, അവരും വരുമല്ലോ എന്നൊരു. അന്നേരം എന്നോട് പറയുക, ചേച്ചി ഇന്ന് എനിക്ക് മേലോട്ട് കയറി, ഇന്ന് എനിക്ക് ചേച്ചിയുടെ കൂടി ഇരിക്കാൻ ഒക്കത്തില്ല, ചേച്ചി ഇച്ചിരി താഴോട്ട് ഇറങ്ങിയുണ്ട്, ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അന്നേരം ഇവര് സ്റ്റെപ്പ് കയറി വന്നു, ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടും ഇറങ്ങിച്ചെന്നുടനെ ആ സ്റ്റെപ്പിൽ വെച്ച് തന്നെ എൻ്റെ കയ്യിൽ ഒരു കവർ പിടിപ്പിച്ചു. കവർ പിടിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കുറച്ച് സാധനങ്ങളും എന്നെ പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇന്ന് എനിക്ക് ഇരിക്കാനായിട്ട് സമയമില്ല, എനിക്ക് ബാങ്ക് വരെ അത്യാവശ്യമായിട്ട് പോകണം, ഇന്നലെ കേരളത്തിൽ നിന്ന് ഒരാൾ വന്നു, അവർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ, ഇത് ചേച്ചി വെച്ചോ എന്ന് പറഞ്ഞ് തന്നു കേട്ടോ. ഞാൻ മുമ്പേ ചെന്ന് കയ്യിലുള്ളത് തുറന്ന് നോക്കി, എത്രന്ന് എണ്ണി നോക്കിയപ്പോൾ സൂക്ഷം 30 രൂപ. ഞാൻ പ്ലാസ്റ്റിക് കവറിനകത്ത് കപ്പയുണ്ടായിരുന്നു, കാന്താരി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ചുമന്നുള്ളി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നോക്കിയിട്ട് അതൊന്നും എടുക്കാതെ ഞാൻ ഓടി താഴെ കടയിൽ ചെന്ന് 250 ഗ്രാം അരി ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ വരുന്നതിന് മുമ്പേ ഞാൻ ആഹാരം ഉണ്ടാക്കി അവർ വന്നു കഴിഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് സ്വീകരിച്ച് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ അവർക്ക് ആഹാരം ആഹാരം കൊടുത്ത സമയത്ത് പറഞ്ഞു, ലില്ലിയും കൂടെ ആഹാരം കഴിക്കാമെന്ന്. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുങ്ങൾ വന്നിട്ട് അവരുടെ കൂടെ ഒന്നിച്ച് കഴിക്കുന്ന എനിക്കൊരു സന്തോഷം, ഡോക്ടർ കഴിച്ചാട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കഴിച്ച് അവർ പ്രാർത്ഥിച്ചു പോകാൻ നേരത്തെ എൻ്റെ കയ്യിൽ ഒരു 15,000 രൂപ എടുത്തു തന്നു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞ ഉടനെ ഞാൻ എന്തെടുത്തു, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്ന ആഹാരം വീതിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് ഓഫീസിൽ വരെ പോകണം, ഗ്രേസ് ആൻറ്റി വന്നിരുന്നു കുറച്ച് രൂപ തന്നു. ഞാൻ ആ രൂപ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ഒരു തീരുമാനം ഞങ്ങൾ കുടുംബമായിട്ട് എടുത്തിട്ടുണ്ട്. ആ തീരുമാന പ്രകാരം ഞാൻ ആ പൈസ എടുത്തില്ല, അതുകൊണ്ടൊന്ന് ഓഫീസിൽ കൊടുത്തു. അന്ന് ഇന്നും രാജു പൂവക്കാലയുടെ ചർച്ചിലുള്ളതായ AT ജോസ് ആയിരുന്നു, ബ്രദർ AT ജോസ് ആണ് ഞങ്ങളുടെ അന്നത്തെ അക്കൗണ്ടന്റ്. അദ്ദേഹത്തിന് അതറിയാം. എന്നിട്ട് ഞാൻ ആ പൈസ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്ന് 5 രൂപ അധികം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ആട്ട വാങ്ങിച്ചു, പാല് വാങ്ങിച്ചു, കുഞ്ഞുങ്ങൾക്ക് രാവിലെ ആഹാരം കൊടുത്ത് സുഖമായിട്ട് അവരെ സ്കൂളിൽ വിട്ട് 5 രൂപയും തീർന്നു. ഒരു 9 9:15 ആയപ്പോൾ എനിക്ക് ഡോക്ടർ ഗ്രേസിന്റെ ഫോൺ വന്നേക്കുന്നു, ലിലി ഞാൻ അങ്ങോട്ട് വരുവാ, നമുക്കൊന്നിച്ച് ഷോപ്പിങ്ങിന് പോകാം. അയ്യോ, വണ്ടി നമ്മുടെ അവിടുന്ന് കുറച്ച് ദൂരെയാണ്, ഓഫീസിന്റെ അവിടെ കിടക്കുന്നത്, ഞാനൊക്കെ നടന്നാ പോകുന്നത്, ഇവരങ്ങനെ നടക്കാത്തൊരു സ്ത്രീയാ, ബസ്സിൽ പോലും കയറാത്തൊരു സ്ത്രീ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തു ചെയ്യും, ഓട്ടോയിലൊന്ന് കൊണ്ടുപോകണമെങ്കിൽ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ ആകെപ്പാടെ വിഷമിച്ചു. ഇവരെന്തായാലും ഒരു 10 10:30 ആയപ്പോഴത്തേക്ക് ഇവർ വന്നപ്പോഴത്തേക്ക് എൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്നൊക്കെ മുഖത്തൊക്കെ അങ്ങ് നല്ലപോലെ എൻ്റെ മുഖത്തെ വെപ്രാളവും വിഷമല്ലോ. ഞാൻ പറഞ്ഞ് ചായ ഇടട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് പോയി. ഒരു കൊച്ചടുക്കളയാണ് ഞങ്ങളുടേത്. അതിനകത്ത് കയറി ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ മുഖത്തെ വെപ്രാളം അവർ കണ്ടാക്കും കുപ്പിക്കകത്ത് ഇച്ചിറേ എണ്ണ ഇരിക്കുന്ന കണ്ടു. അങ്ങനെ അവരെ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി, സാധനങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞുടനെ അവർക്ക് ദേഷ്യം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നലെ ഞാൻ തന്ന രൂപ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനത് ഓഫീസിൽ കൊടുത്തെന്ന് പറഞ്ഞു. ആര് പറഞ്ഞിട്ടാ കൊടുത്തത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കെന്ന് പറയാത്ത ഒരു പൈസയും ഞങ്ങൾ എടുക്കത്തില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ നമുക്ക് പോകാം ഓഫീസിലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു കുറുക്ക് വഴിയുന്നുണ്ടെന്ന് പറഞ്ഞു, അതുവഴി അവരെയും കൊണ്ട് ചെന്ന് ഞാൻ പറഞ്ഞു നടന്നു പോയാലേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഓഫീസിൽ ചെന്നു. AT ജോസ് ബ്രദറിൻ്റെ അടുത്ത് അവർ പറഞ്ഞു, റെസീറ്റ് അടിച്ചെങ്കിൽ റെസീറ്റ് അത് ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് പൈസ തരാൻ പറഞ്ഞു. അങ്ങനെ ആ 15,000 രൂപ വാങ്ങിച്ച് എൻ്റെ കയ്യിൽ നിന്ന്, ഇത് നിങ്ങളുടെ ആവശ്യത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസിനും വീട്ടിലെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഹല്ലേലൂയ വിശാലമായ ഒരു ദേശം കാണും. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ പട്ടിണി ദിവസമായിരുന്നു. 1982 ഡിസംബർ 22 ശേഷം ഇന്നേ വരെ അപ്പത്തിനോ വെള്ളത്തിനോ മുട്ടുണ്ടായിട്ടില്ല, കുറവുണ്ടായിട്ടില്ല. അടുത്ത നേരം ഏതെന്ന് ചിന്തിച്ചിട്ടുണ്ട്, ദൈവവചനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ബാക്കി എല്ലാം മാറ്റം വന്നേക്കാം. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക്, ദൈവവചനത്തിന് യാതൊരു മാറ്റവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും വേദനയിലുണ്ടെങ്കിൽ, അത്യാവശ്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന് തുറക്കാൻ കഴിയാത്ത യാതൊരു വഴികളുമില്ല. എന്നാൽ അസാധ്യമായ വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിച്ചവന് അവനാൽ അസാധ്യമായത് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇന്ന് അനേകർക്ക് വാങ്ങിച്ചു കൊടുക്കത്തപോലെ, അനേകരെ സപ്പോർട്ട് ചെയ്തപോലെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശാലമായ ഒരു ദേശം കാണും. സ്തോത്രം.
രാജാവിനെ സൗന്ദര്യത്തോടുകൂടെ കാണും. രാജാവിനെ സൗന്ദര്യത്തോടുകൂടെ കാണുക. നമ്മുടെ കർത്താവിനെ അവൻ്റെ പൂർണ്ണ സൗര്യത്തിലും അത് മാത്രം നമ്മുടെ ആഗ്രഹമായിരിക്കട്ടെ. PG അങ്കിൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ വിഷമമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു പോകുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കാണെങ്കിലും അടുക്കളയിലും വരുന്ന ആൾക്കാർ വരുന്നവരെ പോകുന്നവരെ എല്ലാം ജോലി ചെയ്ത് സമയം കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് സമയം കിട്ടത്തില്ലായിരുന്നു. ശമൂവേൽ ഒരു നല്ല പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒന്നിനും വീഴ്ച വന്നില്ല. ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ പഴിച്ചുപോയി അല്ലേ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ വാക്യങ്ങൾ ഓരോന്നെടുത്ത്, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും എന്ന്, പിന്നെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന എൻ്റെ ആത്മാവും നിന്റെ വായിൽ തന്നിരിക്കുന്ന എൻ്റെ വചനവും നിന്നിൽ നിന്നിട്ട് മാറുകയില്ല. നിന്റെ സന്തതിയിൽ നിന്ന് വിട്ട് മാറുകയില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിലനിൽക്കുന്ന പോലെ നിന്റെ പേര് നിന്റെ സന്തതിയുടെ പേരും എൻ്റെ മുൻപിൽ നിലനിൽക്കും. ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഞാൻ ഓരോന്ന് കോട്ട് ചെയ്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഭയമായിരുന്നു. എന്തായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവഭയമുള്ള കുഞ്ഞുങ്ങളാണ് എല്ലാവരും. അന്ന് മരുമക്കളും വളരെ ദൈവഭയമുള്ള കുഞ്ഞുങ്ങളെയാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വാക്യങ്ങൾ ഞാൻ എഴുതി വെച്ചത് കൊണ്ട് എൻ്റെ അകത്തൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. യങ്ങായിട്ടുള്ള അമ്മമാർക്ക്, ധൃതിയുള്ള അമ്മമാർക്ക് ഈ വാക്യങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു പുസ്തകം എഴുതി, ദ കൺഫെഷൻസ് ഓഫ് എ മദർ, ഒരമ്മയുടെ ഏറ്റുപറച്ചില്. സ്തോത്രം. അനേക അമ്മമാർക്ക്, യങ്ങായിട്ടുള്ള അമ്മമാർക്ക് അത് വളരെ ഉപകാരപ്രദമാണെന്ന് പറഞ്ഞ് എനിക്ക് പലപ്പോഴും ഫോണും മെസ്സേജുകളും വരാറുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവവാക്യങ്ങൾ ഉദ്ധരിച്ച് വിശ്വസിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ വാക്കു മാറാത്ത ദൈവമാണ്. 2004 ഞങ്ങൾ പ്രസിഡൻഷിപ്പ് വേറൊരു സഹോദരന് കൊടുത്തു. ഞങ്ങൾ സ്ഥാനം ഒഴിഞ്ഞു. ആ സമയത്ത് ഞാൻ വളരെ ധൃതിയിലായിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഓഫീസ് കാര്യങ്ങൾ, വീട്ടിലെ ആഹാരം കുക്ക് ചെയ്യുന്നത്, 24 മണിക്കൂർ ഞാൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ പകലും കൂടെ രാത്രിയും കൂടെ പകലായെങ്കിൽ. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും, കുഞ്ഞുങ്ങളെ ഒരിക്കലും പ്രാർത്ഥിക്കലേ, കാരണം എനിക്ക് ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസ് ഇപ്പോഴുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത്. ആവശ്യത്തിന് ഉറക്കം വേണം. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഈ രാത്രിയും കൂടെ അങ്ങ് പകലായിരുന്നെങ്കിൽ, കാരണം ജോലി തീർക്കാനായിട്ട് അല്ലേ. ഒരിക്കൽ പോലും നമ്മൾ വേണ്ടാത്ത പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കരുത്, എത്ര പണികളുണ്ടെങ്കിലും. അത് കഴിഞ്ഞ് 2004 കൊടുത്തു കഴിഞ്ഞിട്ട് ചുമതലകളൊന്നുമില്ലാതെ അദ്ദേഹം PG അങ്കിൾ എന്നോട് പറഞ്ഞു, പ്രെയർ ഗ്രൂപ്പിൽ, ഞാൻ ആ സമയത്ത് പ്രെയർ ഗ്രൂപ്പിന്റെ ചുമതലയുണ്ട്, ഓഫീസിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഓഫീസിൽ വരുന്ന എഴുത്തുകൾക്കൊക്കെ മറുപടി അയക്കുന്ന, വരുന്ന കുക്കിംഗ്, ആൾക്കാർക്കെല്ലാം ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, നല്ല ധൃതിയിലുള്ള സമയം. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ചുമതലയും ഏറ്റെടുത്തേക്കരുതെന്ന്. പ്രെയർ ഗ്രൂപ്പിന്റെ ചുമതല, എനിക്ക് പ്രെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനായിരുന്നു കേട്ടോ. അതിനകത്തൊന്നും അവിടെ ഒന്നും ചുമതലയ്ക്കായിട്ട് ഒരു ചുമതല അവർക്കാണെന്ന് പറയും. അതെനിക്കങ്ങ് വളരെ വിഷമമായി. എനിക്കൊരു വല്ലാത്ത ഏകാന്തതയായി. എനിക്കൊന്നും ചെയ്യാനില്ല. എല്ലാ കൈയും ചിറകെല്ലാം വെട്ടി വെച്ചതുപോലുള്ള ഒരു അവസ്ഥ. ഞാനൊരു വിധത്തിൽ ഞാനൊരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും പഠിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് മലേഷ്യയില് ഒരു ബൈബിൾ സ്കൂളുണ്ട് 6 മാസത്തെ. എനിക്ക് 4 മാസം അറ്റൻഡ് ചെയ്യാനുള്ളൂ. ഞാൻ താമസിച്ച് അപ്ലൈ ചെയ്ത്, അതും ഒരു അത്ഭുതം, താമസിച്ച് അപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് ദൈവം തന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ മകന്, ഞാൻ എയർപോർട്ടിൽ നിന്ന്, അവൻ അന്ന് മലേഷ്യയിൽ നിന്ന് കുറച്ച് റിങ്കറ്റ് സെൻറ്റിയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 250-300 അങ്ങാണ്ട് 250 അങ്ങാണ്ട് റിങ്കറ്റ് സെൻറ്റിയിൽ തന്നു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, മമ്മി എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അബി ഫ്രാൻസിസും ബ്ലസനും രജനിയും, അബി ഫ്രാൻസിന്റെ ഭാര്യയാണ് രജനി, അവരും മലേഷ്യ സ്കൂളിലുണ്ട്. അതുകൊണ്ട് മമ്മിയുടെ മക്കളെ ആരും, എൻ്റെ മക്കളുടെ പേര് അബിയും ബ്ലസനും ഒക്കെ ആണല്ലോ, അവിടെ മമ്മിയുടെ മക്കളെ ആരും മമ്മിക്ക് മിസ്സാകത്തില്ല, അവിടെ മക്കളെ ദൈവം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം അങ്ങനെ അത് പറഞ്ഞു. ഞാൻ അവിടെ ഇവിടെ നിന്ന്, ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞു, സ്കൂൾ ഓഫ് ആക്സിൽ നിന്ന് എന്നെ വിളിക്കാനായിട്ട് ആൾക്കാർ വരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. എൻ്റെ കയ്യിൽ ചേഞ്ച് ഒന്നുമില്ല. എനിക്ക് വിളിക്കാനും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനും യാതൊരു നിവൃത്തിയില്ല. ഇന്ത്യയിലോട്ട് കോൺടാക്ട് ചെയ്യാനും എൻ്റെ കയ്യിൽ നിവൃത്തിയൊന്നുമില്ല. ഞാൻ അവിടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അന്നേരം ബ്ലസൻ എൻ്റെ മോൻ എന്നോട് പറഞ്ഞില്ല അവർ വരുമെന്ന്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച കർത്താവ്, ഒരു വലിയ എയർപോർട്ടാണ് മലേഷ്യയിൽ, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഗേറ്റ് നമ്പർ 10 കൂടെ അവിയും ബ്ലസനും വരണേ കർത്താവേ, അല്ലാതെ ഗതിയൊന്നുമില്ല. അവരെന്തായാലും ദൈവം പ്രാർത്ഥന കേട്ടു. ഗേറ്റ് നമ്പർ 10 കൂടെ അവർ വന്നു. അവരെന്നെ കണ്ടു, ഞാൻ കണ്ടില്ല. അവരെന്നെ ലില്ലി ആൻറ്റി എന്ന് വിളിച്ചു. എൻ്റെ ജീവൻ വന്നു. കാരണം മണി 10-10 രാവിലെ 4 മണിക്ക് ചെന്നാൽ ഞാൻ 10 വരെ അവിടെ ഇങ്ങനെ ഇരിക്കുമോ, വിഷമിച്ച് എന്ത് ചെയ്യും, അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല, അങ്ങനെ ഇരിക്കുന്ന. അവർ വന്നു കഴിഞ്ഞ് ഞങ്ങളൊരു ടാക്സി പിടിച്ച് പിന്നെ സ്കൂളിലെത്തി.
സ്കൂളിലെത്തി അവർ ഞങ്ങളെ ആഹാരത്തിന് കൊണ്ട് എത്തിക്കഴിഞ്ഞോണ്ടേ എത്തുന്നതിന് മുമ്പേ അവർ പറഞ്ഞു, അയ്യോ ആൻറ്റി ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഇതില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബാഗിൽ നിന്ന് പാസ്പോർട്ടും എടുത്തു, പേഴ്സ് എടുത്തു, പാസ്പോർട്ട് എടുത്ത് വണ്ടിയുടെ സീറ്റിലോട്ട് വെച്ചു. അത് കഴിഞ്ഞ് പൈസ എടുത്ത് കൊടുത്ത് സന്തോഷത്തിൽ എളുപ്പം ചാടി ഇറങ്ങി. പാസ്പോർട്ട് അവിടെ മറന്നുപോയി. മറന്നെന്നുള്ളത് എനിക്ക് യാതൊരു ഓർമ്മയോ വിചാരവും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് സ്കൂളിലിറങ്ങി. സ്കൂളിൽ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവർ ഞങ്ങൾക്ക് വിളിച്ച് ഞങ്ങൾക്ക് 4 പേർക്കും സ്കോളർഷിപ്പ് ആണെന്നും പറഞ്ഞ് 270 റിങ്കറ്റ്, മലേഷ്യൻ റിങ്കറ്റ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് ക്ലാസ്സിങ്ങനെ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, യു ആർ നോട്ട് എ സ്പോൺസേർഡ് സ്റ്റുഡൻറ്റ്, അതുകൊണ്ട് പൈസ തിരിച്ചു തരണം. ഞാനാണെങ്കിൽ പൈസയെല്ലാം ചെലവാക്കി, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ ആകെപ്പാടെ വിഷമത്തിൽ. അവർ തന്ന പൈസ ഞാൻ ചെലവാക്കിയിട്ടില്ല, എൻ്റെ കയ്യിലുള്ളതേ തീർന്നുള്ളൂ. അവർ തന്ന പൈസ തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഈ കുറച്ച് 50-40 ഡോളർ എടുത്ത് റിങ്കറ്റ് എടുത്ത് ഞാൻ ദശാംശമായിട്ടൊന്ന് മാറ്റി വെച്ചതല്ലാതെ. അതുകൊണ്ട് ഞാൻ ഓടി വന്ന് ആ പൈസ എടുത്തുകൊണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് അന്ന് ഞങ്ങൾ റൂമിൽ 7-8 പേരുണ്ട്. ഞാനായിരുന്നു അവിടുത്തെ മദർ ഓഫ് ദ ഹൗസ്. ഞാനായിരുന്നു ആഹാരം എല്ലാം ഉണ്ടാക്കുന്നത്. ഞാനായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ആഹാരം കഴിക്കുക. അന്ന് ഞാൻ കൂടുള്ളവരോട് പറഞ്ഞു, നോക്കിയാൽ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ആഹാരം, അവർക്ക് വിവരം അറിയത്തില്ല കാര്യം എന്തുവാന്നുള്ളത്. ഇന്ന് എനിക്ക് നിങ്ങളുടെ കൂടെ ആഹാരം വെക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാം. ഞാൻ ഇവിടുന്ന് ഒരു 1/2 കിലോ റാഗി പൗഡർ കൊണ്ടിട്ടുണ്ട്. ഞാൻ അത് 2 സ്പൂണ് കലക്കി കുടിച്ച് ഒരാഴ്ചയിൽ കൂടുതൽ ഒരു നേരം മാത്രം കഴിച്ച് ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് 1-2 കുറച്ച് അഡ്രസ്സുകളൊക്കെ തന്നു. പക്ഷേ ഞാൻ അഡ്രസ്സ് ഉപയോഗിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോകുന്നെങ്കിലും എൻ്റെ ദൈവം എന്നെ നടത്തും. ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. ഒരുത്തരെയും വിളിച്ചില്ല. അഡ്രസ്സൊക്കെ വലിച്ചു കീറി കളഞ്ഞു ഞാൻ. അദ്ദേഹത്തിന് അതൊന്നും അറിയത്തില്ല. കാരണം ഞാൻ അങ്ങനെയുള്ളൊരു മാനസിക സ്ട്രെസ്സിനകത്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കൂടുതൽ, ഒരു 7-8 ദിവസം ഞാൻ അങ്ങനെ താമസിച്ചു. ഒരു ലേഡി എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഒരു യമുന, ലോയർ യമുന. അവരോട് ആരാണ്ട് പറഞ്ഞെന്ന് ഞാൻ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ അവരെന്നെ അന്വേഷിച്ച് കുറേ മീനും ഇറച്ചിയും സാധനങ്ങൾ, കുറേയേറെ സാധനങ്ങൾ വാങ്ങിച്ച് 500 റിങ്കറ്റ്സും കൊണ്ടുവന്നു. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നേരം വന്ന പുതിയ ഒരാൾക്ക് അതിൽ നിന്നൊരു 100 റിങ്കറ്റ്സ് കൊടുത്തു. മറ്റേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നമുക്കൊന്നിച്ച് ആഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആഹാരം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് സന്തോഷത്തിന്. കാരണം മീനൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്പോൺസേർഡ് അല്ല എന്ന് പറഞ്ഞ് എന്നെ ഓഫീസിൽ വിളിപ്പിച്ച് എനിക്ക് അവർ സ്കോളർഷിപ്പ് തന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ മലേഷ്യയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ ഇല്ലായിരുന്നു ടിക്കറ്റ് എടുക്കാൻ. ടീമിൻ്റെ അകത്ത് നിന്നാണ് പൈസ എടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ട് പോയത്. പക്ഷേ അന്ന് 30,000 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. തിരിച്ചു വരുന്ന ആ സമയത്ത് ടീമിൽ 2 ലക്ഷം രൂപ കൊടുക്കാൻ തക്കണം എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇനി ബാക്കിയ കഥ പറയട്ടെ. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഓഫീസിൽ ഒരു ദിവസം വിളിപ്പിച്ചു പറഞ്ഞു, ഡിഡ് യു ലൂസ് യുവർ പാസ്പോർട്ട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എനിക്കറിയത്തില്ലല്ലോ ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അന്നേരം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കള്ളം പറയരുത്. ഏതെൻ്റെ അകത്ത് വല്ലാതെ കയറി. ഞാൻ പിന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഒക്കുന്നത്രയും കള്ളം പറയാതിരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഗതിയുള്ള കൂട്ടത്തിലെ ഗതിയില്ലാത്ത സമയത്തേ ഞാൻ കള്ളം പറയത്തുള്ളൂ. ആ ഒരു സ്വഭാവമാണ് ചെറുപ്പത്തിലെ എൻ്റെ. എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് എൻ്റെ അകത്ത് കൊണ്ടു. ഞാൻ കള്ളം പറഞ്ഞല്ലോ. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ഒന്നും മിണ്ടിയില്ല, പക്ഷെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഞാൻ നിഷ്കളങ്കയാണെന്ന് എനിക്ക് തോന്നി. വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു മനുഷ്യന് എൻ്റെ പാസ്പോർട്ട് മേടിച്ച് ടാക്സിക്കാരന് അദ്ദേഹം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ആ കാറ് കഴുകിയ സമയത്ത് എൻ്റെ പാസ്പോർട്ട് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, സ്കൂൾ ഓഫ് ആക്സിലാന്ന് സ്റ്റുഡൻസിനെ കൊണ്ടുവിട്ട് അവരുടേതായിരിക്കും, ഇന്ത്യക്കാരുടെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ അന്വേഷിച്ച് ഈ മനുഷ്യൻ വന്ന എത്ര അത്ഭുതമാണ്. ഞാൻ ആ പാസ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് എനിക്ക് അദ്ദേഹത്തിനൊരു നന്ദി പറയാനും ഒന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ ആകെപ്പാടെ. കാരണം പാസ്പോർട്ട് പോയെന്ന് എനിക്കറിയത്തില്ലല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ല. അതെനിക്കൊരു വല്ലാത്തൊരു ഷോക്കായിരുന്നു. അദ്ദേഹം അങ്ങ് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പ്രിൻസിപ്പൽ എന്നുകൊണ്ട് പറഞ്ഞു, യു ഡിഡ്ന്റ് ഈവൻ താങ്ക് യു ദാറ്റ് മാൻ എന്ന് പറഞ്ഞു. ഞാൻ വല്ലാത്തൊരു അത് ഇറ്റ് ഈസ് എ മിറക്കിൾ യു ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, അതിനേക്കാളും വലിയ മിറക്കിളാണ് എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടെന്ന്
ഞാൻ അറിയാതെ എൻ്റെ ദൈവം സൂക്ഷിച്ച, അല്ലെങ്കിൽ എനിക്ക് BP കൂടിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഓരോ സാഹചര്യങ്ങളെയും അറിയുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ കർത്താവ് വരാറാകി. ആകയാൽ വക്രതയും കോട്ടവുമുള്ളതായ കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരാകാം. കർത്താവിന്റെ, യേശുവിന്റെ അതേ സ്വരൂപത്തിലാക്കി തീർക്കുക എന്നുള്ളതാണ് അവന് നമ്മളെക്കുറിച്ചുള്ളതായ ആഗ്രഹം. നമ്മൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ അതേ രൂപത്തില് നിനക്ക് ചേരാത്ത എല്ലാ സ്വഭാവങ്ങളും, എല്ലാ സ്വഭാവങ്ങളും എന്നിൽ നിന്നും മാറ്റി, പിതാവേ, അങ്ങയുടെ പുത്രന്റെ അതേ പ്രതിരൂപത്തില് എന്നെ ആക്കി തീർക്കണമേ എന്ന് വിശ്വാസികളായിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിശ്വാസികളോട് എനിക്ക് പറയുവാനുള്ളത്, എന്നെ കേൾക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്തവരോട് പറയുന്നവര്, ദൈവവചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് 2 കൊരിന്ത്യർ 16:22 എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ശപിക്കപ്പെട്ടവരായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൽ വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്രാഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കാമെന്ന്. നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കുന്നൊരു ദൈവം പ്രിയപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കി തീർക്കട്ടെ. യാരോമ TVയെ ദൈവം ഒരനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തന്ന ഈ സമയത്തിനായിട്ട്, എന്നോട് കാണിച്ച സ്നേഹത്തിനായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സങ്കേതമേ, ഞങ്ങളുടെ ബലമേ, ഞങ്ങളുടെ ഉറപ്പുള്ള കോട്ടയെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, വന്ദിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ബലമായിട്ടുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നതാണ് കർത്താവേ. അങ്ങ് ഞങ്ങളുടെ ശരണസ്ഥൈലമായിട്ടുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. കർത്താവേ, കേൾവിക്കാർക്ക് ഓരോരുത്തർക്കുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവരിൽ ആരെങ്കിലും സമാധാനമില്ലാത്തവരുണ്ടെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സമാധാനം പ്രാപിക്കട്ടെ. രോഗികളായിട്ടുള്ളവര് രോഗസൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവന് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്ത് പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നവനായ ദൈവമേ, അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും കർത്താവ് പേരായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഓരോ ശ്രോതാക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അരോമ TVക്കായിട്ടും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. അത് കാണുന്നവരെ, കേൾക്കുന്നവര് കർത്താവിനെ കൂടുതൽ രുചിച്ചറിയുവാന്, കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാൻ അവർക്കും ഞങ്ങൾക്കും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രന്റെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കുമാറാകണമേ. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ ലില്ലി വർഗീസ് ആന്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ അത്ഭുതങ്ങളുടെ സാക്ഷ്യം അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ ആന്റിയെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കൃഷിഭൂമിയില് നല്ല ഫലം വിളയുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ആ കർഷകൻ വലിയ ഒരു കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ആ വിളഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നോക്കിയാൽ ഒരു പക്ഷെങ്കിൽ മനസ്സിലാകുകയില്ല. അതിന്റെ പ്രാരംഭ ദശയിൽ ആ ഭൂമി ഉഴുതുമറിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കല്ലും മുള്ളും നീക്കി തടമെടുത്ത് അതിൻ്റെ അതിരുകളൊക്കെ ക്രമീകരിച്ച് ഒരു വിത്ത് കുഴിച്ചിട്ട് അതിനെ സംരക്ഷണ ചെയ്ത് മറ്റ് വന്യമൃഗങ്ങളൊന്നും അതിനെ നശിപ്പിച്ച് കളയാതെ അതിനെ പരിപാലിച്ച് വർഷങ്ങൾ കാത്തിരുന്ന് കഴിയുമ്പോഴാണ് അത് നല്ല ഒരു വൃക്ഷത്തിന്റെ ഒരവസ്ഥയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേർന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിൽ ആയിത്തീരുന്നത്. സ്തോത്രം. വടക്കേ ഇന്ത്യയുടെ 4 ദിക്കുകളിലും ഇന്ന് സുവിശേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുവാൻ തക്കവണ്ണം വലിയൊരു കൊയ്ത്തിനായിട്ട് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം
ഒരു കർഷകന്റെ രൂപത്തിൽ, ഒരു ദൈവത്തിന്റെ ഒരു ഒരു ദാസനായി, ഒരു ദാസിയായി ദൈവം തിരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ PG അങ്കിളും കുടുംബവും എന്നുള്ളതിന്, അല്ലെങ്കിൽ IET ഫാമിലി എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ആന്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനോടകം പറഞ്ഞുള്ളൂ. കാരണം ദീർഘവർഷങ്ങളിലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കടലിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കോരുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് ആ IET കുടുംബത്തില്, പ്രത്യേകിച്ച് പ്രിയ PG അങ്കിളുടെ കുടുംബത്തില് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. സ്തോത്രം. ഞാന് ചിന്തിക്കുകയായിരുന്നു, അങ്കിള് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സാക്ഷ്യം പറയുമ്പോൾ അങ്കിള് വളരെ സന്തോഷത്തോടെ ചിരിച്ച് പ്രസന്നനായി, വളരെ ആകാംക്ഷയോടെ എല്ലാവരെയും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ ഭംഗിയായിട്ട് ആ ശുശ്രൂഷകളൊക്കെ ചെയ്ത് നല്ല നിലയിൽ തൻ്റെ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തി, ആ നിലയിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് മുന്നിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശക്തി കേന്ദ്രം പ്രിയ ലില്ലിയാൻഡിയുടെ ആ പ്രയത്നം, ആ സാക്ഷ്യം, ആ അനുഭവങ്ങൾ കേട്ടപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രയധികം അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് പ്രിയ PG അങ്കിള് ഈ ഒരു നിലയില് വളർന്നു മുന്നേറുവാൻ, ആ ഒരു ശുശ്രൂഷയുടെ ഏറ്റവും ആ ഉന്നതമായ ആ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രിയ ലില്ലിയാൻഡി ഇങ്ങനെ ഒരു ഉത്തരവാദിത്വത്തില്, ആ ഒരു സ്ഥാനത്ത് ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രവർത്തനം ഇത്രയധികം മുന്നോട്ട് വരികയില്ലായിരുന്നു, അല്ലെങ്കിൽ PG അങ്കിളിന് ഇത്രത്തോളം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കഴിയയില്ലായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയും കഷ്ടപ്പാടുകൾ സഹിക്കുകയും ഒരുപാട് നിന്ദകളും അപമാനങ്ങളും ദോഷങ്ങളും അപവാദങ്ങളും ഒക്കെ കേട്ടും കണ്ടും സഹിച്ചും ഒത്തിരി പട്ടിണി കിടന്ന് ഒത്തിരി ത്യാഗം സഹിച്ച് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെയൊക്കെ കടന്നുപോയ അനുഭവങ്ങളുടെ ചുരുക്കം ഭാഗങ്ങള് പ്രിയ ആന്റി വേഗത്തിൽ പറയുകയുണ്ടായി. പറഞ്ഞപ്പോൾ തീർന്നില്ല, അതൊക്കെ നേരിട്ട് അനുഭവിച്ചു. അതൊക്കെ ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു. എത്രയോ വർഷത്തെ അനുഭവങ്ങളാണ്, അത് ഓരോ ദിവസത്തെ അനുഭവങ്ങളാണ്. എന്നാൽ ഈ അനുഭവങ്ങളുടെ ഒക്കെ നടുവിലെ സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്ന് വിശ്വാസത്തിന്റെ പാതകളിലൂടെ കരം പിടിച്ച് നടത്തുകയായിരുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തി ആ ജീവിതത്തിൽ, ആ കുടുംബത്തില്, ആ IET ഫാമിലിയില് ദൈവം അയച്ചു. പ്രിയ PG അങ്കിളിനെയും കുടുംബത്തെയും മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദർശനത്തിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ, ആയിരക്കണക്കിന് വ്യക്തികളെ സുവിശേഷ ദൗത്യത്തിലേക്ക് ഇറക്കുവാൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ആ കെട്ടുപണിക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ, വാർത്തെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച രണ്ട് വ്യക്തികളാണ് പ്രിയ PG അങ്കിളും ലില്ലിയാൻഡി എന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെങ്കിൽ പട്ടാളക്കാരനായിട്ട് തുടർ ജീവിതം നയിച്ച് ആ നിലയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ നയിച്ച് പെൻഷനൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ ആ ഒരു നിലയിൽ ജീവിക്കാമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് ആ ക്രൂശിന്റെ പാതയെ പിൻപറ്റി കേരളത്തിലല്ല, വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത അക്രൈസ്തവരുടെ ഇടയില്, പട്ടിണി പാവങ്ങളുടെ നടുവില് കഷ്ടസഹിപ്പാൻ തക്കവണ്ണം ഒരു തീരുമാനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാക്രിഫിഷ്യൽ ലൈഫാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ബാല്യകാല അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു അനുഭവത്തിൽ നിന്നും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു. ആദ്യ കാലയളവില് ഭക്ഷണം കഴിക്കുന്നതിനും
യാത്ര ചെയ്യുന്നതിനും താമസിക്കുന്നതിനും ഒക്കെയുള്ള പരിമിതികളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ, കർത്താവ് സൂക്ഷിച്ച വിധങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഹൃദയത്തിൽ കർത്താവിന് നന്ദി പറയുകയായിരുന്നു. സ്തോത്രം. ഒരു PG വർഗീസ് അങ്കിളും ഒരു ലില്ലി ആൻറ്റിയും അതിനുവേണ്ടി അങ്ങനെയുള്ള വില കൊടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് നിങ്ങളെ മാതൃകയാക്കുന്ന, ആ കുടുംബത്തെ മാതൃകയാക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സ്തോത്രം. പ്രിയ ആന്റിയുടെ സാക്ഷ്യം ഒരുപക്ഷെങ്കിൽ എല്ലാവർക്കും അറിയത്തില്ല. അങ്കിള് പലപ്പോഴും മുൻനിരയിൽ ശുശ്രൂഷ മുഖത്ത് നിൽക്കുമ്പോൾ പ്രിയ ആന്റി പിൻനിരയിൽ നിന്നുകൊണ്ട് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും കൊടുത്തു. എന്നാൽ അതിന്റെ ഒരു രത്ന ചുരുക്കം ഇന്ന് ഈ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ പ്രിയ ആന്റിയെ കർത്താവ് ബലപ്പെടുത്തി കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പ്രസ്താവിച്ചതിന് ആന്റിയോട് ഹൃദയംഗമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ആന്റി. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഇനിയും കർത്തൃ ശുശ്രൂഷയിൽ അങ്കിളിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവിന്റെ കാഹളനാദം കേൾക്കുവോളം ആ പ്രത്യാശ കൈവിടാതെ, ഇന്നും എനിക്കറിയാം, ഇന്നും നിങ്ങൾ ആ യുദ്ധഭൂമിയിൽ തന്നെ തുടരുകയാണ്. പിന്മാറാതെ ആ കലപ്പയിൽ നിന്ന് കൈമാറ്റാതെ ഇപ്പോഴും ആ യുദ്ധഭൂമിയിൽ തന്നെ ആമേൻ നിങ്ങളായിരിക്കുന്നല്ലോ, ആ വയലിൽ തന്നെ ആയിരിക്കുന്നല്ലോ. ആമേൻ. കർത്താവ് പിന്നെ സഹായിക്കട്ടെ. ആവശ്യമായിരിക്കുന്ന സൗഖ്യം, സന്തോഷം, സമാധാനം, ആരോഗ്യം, ബലം അങ്കിളിനും ആന്റിക്കും കുടുംബത്തിനും ദൈവം തരട്ടെ എന്ന് ഇത്തരണത്തില് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അരോമ TV പ്രേക്ഷകരുടേതായ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ നന്ദിയും സ്നേഹവും കടപ്പാടും ആമേൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നമ്മൾ നാളുകളായി ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതായ ഒരു സാക്ഷ്യമാണ് പ്രിയ ലില്ലി ആന്റിയുടെ സാക്ഷ്യം. വിജയങ്ങളുടെ സാക്ഷ്യം നാം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യുന്നു. ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ അസാധാരണമായ അത്ഭുത സാക്ഷ്യം ഇതിനോടകം അരോമ TV ചാനൽ കടന്നു വന്ന് ഒരുപാട് പ്രിയപ്പെട്ടവര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്. വിജയങ്ങളുടെ പുസ്തകം വായിച്ച് വിശ്വാസത്തിലേക്ക് വന്നു, വിജയങ്ങളുടെ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിലേക്ക് വന്നു. ആ കുടുംബത്തിൽ IET പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. വിശ്വാസത്തിന്റെ ആ പാത ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അങ്ങനെയുള്ള അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷി നമ്മൾ ഇതിനോടകം കേട്ടിട്ടുണ്ട്. ഇന്ന് പ്രിയ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം നമുക്ക് നേരിട്ട് കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവ് അവസരം തന്നല്ലോ. ഈ വാത്സല്യ കുടുംബത്തെ, അവരുടെ പ്രവർത്തനത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ തുടർന്ന് നമുക്ക് വഹിക്കാം. തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.